ഓ ഗുരവേ സർവലോകാനാം വിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാ ശിവം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപരാ രക്ഷ രക്ഷ മഹാബാഹോ ശാസ്ത്രേ തുഭ്യം നമോ നമഃ. ഓം സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ദേവി നാരായണി നമോസ്തുതേ. ഓം ഗംഗണപതയേ നമഃ. ഓം സരസ്വത്യേ നമഃ. എല്ലാവർക്കും നമസ്കാരം. ഒരു ശ്രീകൃഷ്ണ ജയന്തി ദിവസം, ഭഗവാന്റെ ഈ ജഗത് പ്രഭുവിൻ്റെ പിറന്നാൾ ദിവസം ഇങ്ങനെ ഒരു ക്ഷേത്രാങ്കണത്തിൽ വന്നിരിക്കുക, അവനവൻ്റെ കുട്ടികളുടെ കൂടെ ഗോപികാ നൃത്തം ആടുക, അത് കാണുക, ഉറിയടിക്കുക, സർവം എന്താ ആനന്ദമയം, ഈശ്വര സ്മരണ. ഭാഗവതം പറയുന്നത് സദാസേവ്യ സദാസേവ്യ. ഗീതയെക്കുറിച്ച് പറഞ്ഞു. ഗീത എന്താ പറയുന്നേ? തസ്മാൽ സർവേഷു കാലേഷു മാമനുസ്മര. എല്ലായ്പ്പോഴും അർജുന നീ എന്നെ സ്മരിച്ചോളൂ. ഇവിടെ ഇന്ന് രാവിലെ മുതൽ തന്നെ എന്താ സ്മരണ മാത്രമാണ്. അവനവൻ്റെ കുട്ടിയെ തന്നെ കൃഷ്ണവേഷത്തിൽ കാണുമ്പോഴുള്ള ആ സന്തോഷം അത് പറഞ്ഞറിയിക്കാനാവില്ല. അത് മനസ്സിലാവണമെങ്കിൽ മാറി നിന്നിട്ട് അവരുടെ പാരൻസ് ആ നൃത്തം പകർത്തുന്നത് നോക്കണം. നമ്മളുടെ കുട്ടികളെ ഒരു കൃഷ്ണവേഷം കെട്ടിക്കാൻ, ഒരു ഗോപികയാക്കാൻ തയ്യാറാവുന്നവര് വളരെ കുറവാണ്. അവർക്ക് അപ്പോഴേക്ക് അവർ എന്തൊക്കെ ചിന്തിക്കുന്നറിയോ? അതിൻ്റെ പണച്ചെലവിനെ കുറിച്ച് ചിന്തിക്കും, ഇത്ര സമയം വെയിൽ കൊണ്ട് പോവണ്ടേന്ന് ചിന്തിക്കും. വെയിൽ കൊള്ളാത്തത് കൊണ്ടാണത്രേ ഈ നമ്മുടെ ഈ ഭാഗത്തുള്ളവർക്കൊക്കെ ഡോക്ടർമാർ പറയുന്ന വിറ്റാമിൻ ഡി കുറവാണ്. അതാണ് ഇപ്പോൾ ഏറ്റവും വലിയ അസുഖം. അപ്പോൾ വെയിലത്ത് ഇറങ്ങണം. പണ്ട് ഇറങ്ങിയിരുന്നു, അന്ന് അസുഖമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിനൊക്കെ വേണ്ടി നമ്മുടെ പൂർവികരുണ്ടാക്കി വെച്ച ഓരോ ആചാരങ്ങളായിരിക്കാം ഇത്. ഇവിടെ ഈ ക്ഷേത്രാങ്കണത്തിൽ ആദ്യമായിട്ടാണ് ഒരു ഭക്തി പ്രഭാഷണം എന്ന് തോന്നുന്നു. എങ്കിലും നല്ല ശക്തമായ ഒരു കൂട്ടായ്മ ഇവിടെ ഉണ്ട് എന്നാണ് പറഞ്ഞത്. നല്ലൊരു മാതൃസമിതി. സ്ത്രീയാണ് എല്ലായിടത്തും ശക്തി. വീട്ടിലെ അമ്മ ഇല്ലെങ്കിലത്തെ അവസ്ഥ ചിന്തിച്ചു നോക്കൂ. ഒരു ക്ഷേത്രമാണെങ്കിലും അവിടെ സ്ത്രീകളുടെ കൂട്ടായ്മ ഉണ്ടോ, വെച്ചടി ഉയർന്നു വരും. ഒരുപാട് ക്ഷേത്രങ്ങളിൽ, ഇവിടെ മാത്രമല്ല കേട്ടോ, ചിലപ്പോൾ ഇത് ഒരു നിമിത്തവും. ഗീതയിൽ ഭഗവാൻ പറയുന്നു, നിമിത്തമാത്രം ഭവ സവ്യസാജിൻ. ഹേ അർജുന, താൻ എല്ലാവരെയും വധിച്ചോളൂ, ഇവരൊക്കെ എന്നായാലും മരണപ്പെടും, പിന്നെ എന്തിനാ നീ വധിക്കുന്നു എന്നോർത്ത് വിഷമിക്കുന്നേ? നീ എന്ത് മാത്രം ഒരു നിമിത്തം മാത്രമാണ്, ഞാനാണ് ഇതൊക്കെ ചെയ്യുന്നത്, നിനക്ക് പാപമൊന്നുമില്ല. അതുപോലെയാണ് എന്ത്, ഓരോ ക്ഷേത്രങ്ങളിൽ ഇങ്ങനെ പോവുക, ആരെങ്കിലുമൊക്കെ വിളിക്കും, അവിടെ ചെന്ന ഒരു കുട്ടി പ്രഭാഷണം നടത്തി ഇങ്ങോട്ട് പോന്നാ അവിടെ നല്ലൊരു മാതൃസമിതി ഉണ്ടാവും. പിന്നെ അവർ അർച്ചന തുടങ്ങും, നാമജപം തുടങ്ങും. കാരണം ഒരു ക്ഷേത്രം എന്ന് പറഞ്ഞാൽ എന്താന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. എന്തിനു വേണ്ടിയാണ് ക്ഷേത്രാരാധന ഉണ്ടായത്? ഹൈന്ദവന് മാത്രമാണ് ഇതിനൊന്നും ക്ലാസ് ഇല്ലാത്തതുള്ളൂ അല്ലേ? നമുക്കൊന്നിനും ഒരു വ്യവസ്ഥ ഇല്ല. പക്ഷെ ഏറ്റവും കൂടുതൽ അടുക്കും ചിട്ടയും ഉള്ള ജീവിത രീതി അല്ലെങ്കിൽ ആത്മീയത ഉള്ളത് ഹൈന്ദവനാ. നമ്മളത് അറിയാത്തത് കൊണ്ടാണ്. അറിയാനൊരു സോഴ്സ് കിട്ടിയാലും നമ്മൾ എന്ത് ചെയ്യില്ല, അറിയാനോട്ട് ശ്രമിക്കൂല്ല. ഇപ്പൊ പ്രഭാഷണം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് പേര് വന്നു. ശ്രീകൃഷ്ണ ജയന്തിയ. എന്താണ് ഈ പ്രഭാഷണം? ഇതുവരെ കാണാത്തതായിരിക്കും അല്ലേ? പ്രഭ ചൊരിയുന്ന ഭാഷണം. അതായത് ഒരുപാട് സംഘർഷങ്ങളുടെ ഇടയിലാണ് മനുഷ്യൻ ജീവിക്കുന്നത്. ഈ സംഘർഷങ്ങളെ ലഘൂകരിക്കാനുള്ള കഴിവ് ആധ്യാത്മിക പ്രഭാഷണങ്ങൾക്കുണ്ട്. അതിലും അപ്പുറം സത്സംഗം ഉണ്ടെങ്കിൽ നമുക്ക്
മനസ്സിന് ഒരു ഉയർച്ച, ഒരു തെളിമ കിട്ടും. ഇന്നലെ കാറൽ മണ്ണോര അമ്പലത്തിൽ പോയി. ഇതുപോലെ അവിടെ ദശാവതാരം ചന്ദനം ചാർത്ത ഇതെല്ലാം കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോൾ ഒരമ്മ വന്നിട്ട് കൈ പിടിച്ചിട്ട് പറഞ്ഞു, മോളെ മനസ്സിന് എന്തോ വല്ലാത്തൊരു സുഖം, എന്തൊക്കെയോ ഭാരം ഒഴിഞ്ഞു പോയ പോലെ തോന്നുന്നു എന്ന്. അപ്പോൾ അത് കേൾക്കുന്നത് തന്നെ ഏറ്റവും വലിയ ദക്ഷിണ എന്ന് ഞാനും വിചാരിച്ചു. അവർക്ക് എന്തൊക്കെയോ വിഷമങ്ങളുണ്ട്. അപ്പം അവിടെ ആ 1 മണിക്കൂർ അത്രേ കിട്ടിയുള്ളൂ സമയം. 1 മണിക്കൂർ നേരം ഇത് കേട്ടിരുന്നതോടുകൂടി അവർ ആ വേദനകളൊക്കെ മറന്നു. മനസ്സിൻ്റെ, ശരീരത്തിൻ്റെ സർവ്വ വേദനകളും മറക്കാനുള്ള സിദ്ധൌഷധാണ് സത്സംഗം എന്ന് പറയുന്നത്. ഉദ്ധവനോട് ഭഗവാൻ പറയുന്നുണ്ട്, ഉദ്ധവ നിങ്ങൾ ദാനധർമ്മം ചെയ്തോളൂ, തപസ് ചെയ്തോളൂ, യജ്ഞം ചെയ്തോളൂ, വേദം പഠിച്ചോളൂ, ഗ്രന്ഥം വായിച്ചോളൂ, ക്ഷേത്രങ്ങൾ തോറും തീർത്ഥയാത്ര നടത്തിക്കോളൂ, എന്നെ കിട്ടില്ല കേട്ടോ. അയ്യോ ടീച്ചറെ, ഇതെന്നെ അപ്പോൾ ചെയ്തിട്ടുള്ളൂ ഇതുവരെ അല്ലേ? ആദ്യമായിട്ട് കേൾക്കുന്നവരുണ്ടാവും. അവരെ ഭഗവാനെ അനുഗ്രഹിച്ച് തുടങ്ങിയെന്ന് വിചാരിക്കുക. കുറേ തവണ കേട്ടവരെ എനിക്ക് എന്ത് മാറ്റം വന്നു, ആധ്യാത്മികമായി ഞാൻ എന്തെല്ലാം അറിവ് നേടിയ അറിവിനെ ഞാൻ എങ്ങനെ ജീവിതത്തിൽ അത് പകർത്തി എന്നൊന്ന് ചിന്തിക്കുക. കാരണം ചിന്തിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ അങ്ങനെ രാവിലെ തുടങ്ങുക ഈ ചിന്തയാണ് സംസാരകാരിണി എന്ന് ഇപ്പോൾ കഴിഞ്ഞ മാസം വരെ നമ്മൾ വായിച്ചു. എന്താ? രാമായണത്തില്. ഇവിടെ ചിന്തിക്കുക എന്ന് പറയുമ്പോൾ ഒരു ജന്മം കിട്ടിക്കഴിഞ്ഞ് ബുദ്ധിയും ബോധവും വച്ച് കഴിഞ്ഞാൽ എന്തിനാണ് ഈ ജന്മം കിട്ടിയത്, എന്താണ് എൻ്റെ ധർമ്മം, എന്തിനാണ് ഞാൻ ക്ഷേത്രത്തിൽ പോകുന്നത് എന്നൊക്കെ ചിന്തിക്കണം. അതിനുള്ള ഉത്തരങ്ങളാണ് ഒരു ഹൈന്ദവനായി ജനിച്ചാൽ അവന് ഉപാസന വേണം. അപ്പം എന്താ ഉപാസന? നിങ്ങളെല്ലാവരും ഉപാസന ചെയ്യുന്നവരാ. ഉപാസന ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റുക. ധർമ്മം എന്ന് പറയുമ്പോൾ ധർമ്മത്തിൽ അടിയുറച്ച ഒരു ജീവിതം നയിക്കണമെങ്കിൽ ഉപാസന വേണം. ആദ്യമാണ് ഉപാസന എന്താണെന്ന് അറിയേണ്ടത്. കാരണം ഇപ്പം ക്ഷേത്രത്തിൽ നിങ്ങളിവിടെ വരുന്നു, ആരാധന നടത്തുന്നു, അതെന്താ? ഉപാസനയുടെ ഒരു ഭാഗമാണ്. ഇനി ക്ഷേത്ര ദർശനം മാത്രമല്ല, ഒരു മാതൃസമിതിയൊക്കെ ഉണ്ടാക്കാൻ തീരുമാനിച്ചു, സാമ്പത്തികമൊക്കെ എന്തെങ്കിലും ആവട്ടെ, ഭഗവതി അനുഗ്രഹിച്ച് നിങ്ങൾക്ക് ഇത്രയും സൗകര്യം തന്നില്ലേ, ഇനി നമുക്കൊരു കൂട്ടായ്മയോടുകൂടി ഇവിടെ ഇരുന്നിട്ട് എന്ത് ചെയ്യാം? ലളിതാ സഹസ്രനാമം അങ്ങോട്ട് ജപിക്കാം. അതെന്താണ്? അത് ഏറ്റവും വലിയ ഉപാസനയാണ്. എന്നും ഒരേ സമയത്ത് നിങ്ങൾ ഏതെങ്കിലും ഒരു സഹസ്രനാമം ജപിക്കുന്നുണ്ടോ, നിങ്ങൾക്ക് ഒരുപാട് ഉയർച്ച വരും, ഐശ്വര്യം വരും, ആധ്യാത്മികമായ അറിവുകളെ ഭഗവതി ഇങ്ങനെ കൊണ്ടുവന്ന് തരും. പ്രത്യേകിച്ചും നിങ്ങളിവിടെ ചെയ്യുന്നത് അമ്മയല്ലേ, ലളിതാ സഹസ്രനാമം ആണെന്നാ പറഞ്ഞത്. ലളിതാ പരമേശ്വരിയുടെ 1000 നാമങ്ങൾ അങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുക ലളിതാ സഹസ്രനാമത്തിൽ. എന്ത് ചെയ്യുമ്പോഴും അത് എവിടെ നിന്ന് വന്നു എന്നറിയണം. ഏത് ഗ്രന്ഥത്തിലാണ് ഇത് വരുന്നത്? ബ്രഹ്മാണ്ഡ പുരാണത്തിൻ്റെ ഭാഗമാണ് ലളിതാ സഹസ്രനാമം. മറ്റൊരു സവിശേഷത, ഒരുപാട് സഹസ്രനാമങ്ങളുണ്ട് നമുക്ക്. വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നവരുണ്ടാവും, ശിവസഹസ്രനാമം ജപിക്കുന്നവരുണ്ടാവും. കാരണം ഉപാസന വേണമെന്ന് പറഞ്ഞാൽ അപ്പോൾ ഒരു ഉപാസനാമൂർത്തിയെ നമ്മൾ കണ്ടുപിടിക്കും. ചിലത് ഭഗവതി ആയിരിക്കും ചിലരുടെ ഉപാസനാമൂർത്തി. അതേസമയം ചിലർക്ക് വിഷ്ണു കൃഷ്ണനായിരിക്കും, ചിലർക്ക് മഹാദേവനായിരിക്കും അല്ലേ? മഹാദേവന്റെ മുന്നിൽ നിന്നല്ലേ നിങ്ങൾ ഇങ്ങോട്ട് വന്ന് കല്ലറക്കോട് ക്ഷേത്രത്തിൽ നിന്ന്? വിവിധ ദേവതകളുണ്ട്, ഉപാസനാ രീതികളും ഉണ്ട്. പക്ഷേ മറ്റേതൊരു സഹസ്രനാമത്തെക്കാളും ഉയർന്നു നിൽക്കുന്നു ലളിതാ സഹസ്രനാമം. എന്തുകൊണ്ടാ? കാരണം ലളിതാ സഹസ്രനാമത്തിൽ മാത്രമാണ് ഒരേ മന്ത്രം ആവർത്തിക്കാത്തത്. ശ്രദ്ധിച്ചു നോക്കൊണ്ടു, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ എങ്ങനെയാ അർച്ചന ചെയ്യുക. ഈ പൂക്കൾ എന്ന് പറഞ്ഞാലേ ആകാശത്തിന് പ്രതിനിധീകരിക്കുന്നു. നമ്മുടെ ശരീരം ഉണ്ടാക്കിയിരിക്കുന്നത് പഞ്ചഭൂതങ്ങൾ കൊണ്ടാണ്. ഈ പഞ്ചഭൂതങ്ങൾക്ക് എന്തില്ല? ജീവനില്ല. ആകാശം, വായു, മണ്ണ്, അഗ്നി, ഇതിനൊന്നും ജീവനില്ല. ഈ ജീവനില്ലാത്ത ഈ വസ്തുക്കളെ കൊണ്ടുണ്ടാക്കിയ നമ്മുടെ ശരീരത്തിന് ജീവൻ അല്ലെങ്കിൽ ഇങ്ങനെ ഓടി നടക്കാൻ ഒരു ശക്തി നൽകിയത് ഏതാ? അതാണ് ഈശ്വര ചൈതന്യം. ഒരാളെ കാണുമ്പോൾ നമസ്തേ പറയുന്നില്ലേ? അതെന്താ? നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഈശ്വര ചൈതന്യം, നമ്മൾ കാണുന്ന വ്യക്തിയിലുള്ള ഈശ്വര ചൈതന്യത്തെ നമസ്കരിക്കുക. അത് ഭഗവാൻ തന്നെയാ. എന്താ പറയുന്നത്? അഹം ബ്രഹ്മാസ്മി. വേദങ്ങൾ പറയുന്നതാ ഞാൻ തന്നെയാണ് ബ്രഹ്മം. ഇതിനുള്ളിലിരിക്കുന്ന ചൈതന്യം, ഈശ്വര ചൈതന്യത്തെ, മറ്റൊരാളുടെ ഉള്ളിലിരിക്കുന്ന ഈശ്വര ചൈതന്യത്തെ നമ്മൾ നമസ്കരിക്കുന്നു. അതാണ് നമസ്തേ, ഭാരതീയന്റെ സംസ്കാരം. മറ്റെല്ലാവരും ഇങ്ങനെ പിടിച്ച് ഹഗ് ചെയ്യും, അസുഖമുണ്ടെങ്കിൽ കൂടെ പോരുംല്ലേ? നമുക്ക് മാത്രം അങ്ങനെ ഒരു സംസ്കാരം ഇല്ല. ഹൈന്ദവന്റെ പൂർവികർ ഇതെല്ലാം വളരെ മുൻകൂട്ടി കണ്ടവരാ. അതുകൊണ്ടാണ് അങ്ങനെ ഒരു സംസ്കാരം ഹൈന്ദവന് വന്നത്. ഇനി നമ്മൾ നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഈ
പഞ്ചഭൂതങ്ങളെ കുറിച്ച് പറഞ്ഞുല്ലോ. ഈ പഞ്ചഭൂതങ്ങളെ പ്രതിനിധീകരിക്കുന്ന വസ്തുക്കളെ കൊണ്ട് ആ തിരുമേനി അവിടെ പൂജ നടത്തുക. ഒന്നിങ്ങനെ ആലോചിച്ച് നോക്കൂ. ഭൂമിയെ പ്രതിനിധീകരിക്കുന്നത് ആ ചന്ദനം ചാർത്തും. അത് കഴിഞ്ഞാൽ ഓരോ വിരലും പ്രതിനിധീകരിക്കുന്നതാട്ടോ. ഈ 5 വിരലുകളാണ് പഞ്ചഭൂതങ്ങൾ, 5 വിരലുകളാണ് നമശിവായ. ഇത് ഭൂമി, ഏറ്റവും ചെറുതാ ഭൂമി, കുറച്ച് സ്ഥലമല്ലേ ഉള്ളൂ, കൂടുതൽ വെള്ളമല്ലേ ഭൂമി ഗ്ലോബ് എടുത്ത് നോക്കുമ്പോൾ. ഭൂമി കഴിഞ്ഞാൽ ജലം കൂടുതലുണ്ട്. ജലത്തെ പ്രതിനിധീകരിക്കാൻ ഒരു കിണ്ടിയും വെള്ളം തോയം വെച്ചാണ് ആരാധന പൂജ നടത്തുക. അത് കഴിഞ്ഞാൽ ഉയർന്നു നിൽക്കുന്ന കത്തിക്കൊണ്ടിരിക്കുന്ന ജ്വലിക്കുന്ന അഗ്നി, 3ാമത്തെ വിരല്. ഈ അഗ്നിയെ പ്രതിനിധീകരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ദീപം വെക്കുന്നത്. നമ്മളിവിടെ എണ്ണ വിളക്കൊക്കെ ചാർത്തില്ലേ, നെയ്വിളക്ക് ചാർത്തില്ലേ. നെയ്വിളക്ക് ചാർത്തി കഴിഞ്ഞാൽ നേത്രരോഗത്തിനാണ്. ഓരോ വഴിപാടിനും ഓരോ തത്വങ്ങളുണ്ട്. ഇവിടെ അഗ്നിയാത്മന ദീപം കൽപ്പയാമി എന്നാണ് ഗ്രന്ഥത്തിൽ പറയുന്നത്. അഗ്നിയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഹേ അമ്മേ, ഞങ്ങളിതാ ദീപം അമ്മയുടെ മുന്നിൽ വെക്കുന്നു. അത് കഴിഞ്ഞാലോ, അഗ്നി കഴിഞ്ഞാൽ പിന്നെ വായു ആകാശം. വായു എന്ന് പറയുമ്പോൾ വായു ആത്മന ധൂപം കൽപ്പയാമി. ധൂപം കാണിക്കാറില്ലേ? ചന്ദനത്തിരി നമ്മൾ വീട്ടിൽ അവിടെ വന്നാൽ കർപ്പൂരോ അല്ലെങ്കിൽ അഷ്ടഗന്ധോ ഒക്കെയാ പുകയ്ക്കുക ഭഗവതിക്ക്. ഒരു പാത്രത്തിലിട്ടിട്ട് കാണിക്കുന്നത് കണ്ടിട്ടില്ലേ? അത് കഴിഞ്ഞാൽ ഇത് ആകാശം. ആകാശാത്മന പുഷ്പം കൽപ്പയാമി. ആകാശത്തെ പ്രതിനിധീകരിക്കുന്ന പുഷ്പങ്ങൾ. 1000 പൂക്കൾ വേണ്ടേ? ഇത്ര അധികമൊന്നുമില്ല. നമുക്ക് മനസ്സിലായില്ലേ? 10 മാസമായില്ലേ തുടങ്ങിയിട്ട്. എന്ത് ചെയ്യുമ്പോഴും അതറിഞ്ഞ് ആരാധിക്കണം. ഈ ആകാശത്തെ പ്രതിനിധീകരിക്കുന്ന പുഷ്പങ്ങൾ വളരെ മൃദുവാണ്. ഈ മൃദുലമായ പുഷ്പത്തിൻ്റെ ദളങ്ങൾക്ക് മന്ത്രത്തെ ആഗിരണം ചെയ്യാനുള്ള കഴിവുണ്ട്. ആ മന്ത്രപൂരിതമായ പുഷ്പം നമ്മൾ എന്ത് ചെയ്യുന്നു? ആദ്യം പുഷ്പം എടുത്ത് നിങ്ങൾ എന്ത് ചെയ്യും? ഹൃൽകമലത്തിൽ അങ്ങനെ ചേർത്ത് പിടിക്കും ഇല്ലേ, അർച്ചന നടത്തുമ്പോൾ. അത് കഴിഞ്ഞാൽ മുന്നിലിരിക്കുന്ന വിളക്കിന്റെ തത്വം ഇത് കഴിഞ്ഞിട്ട് പറയാട്ടോ. വിളക്ക് തന്നെ ശ്രീ ദുർഗ എന്ന് കരുതി വിളക്കിന്റെ പാദങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യും? ആ ഇലകളിൽ നിലത്ത് പോവാതെ എന്താ ചെയ്യാ? ഓം ശ്രീമാത്രേ നമ ഇങ്ങനെ അർച്ചിക്കാറ്. ഇങ്ങനെ എടുത്ത പൂവിനെ ഹൃൽകമലത്തിൽ വെച്ച് ഇങ്ങനെ ആ മന്ത്രം അതിൽ ചേർക്കണം. ഓം ശ്രീമാത്രേ നമ എന്ന് പറഞ്ഞ് കൈകൾ മലർത്തിക്കൊണ്ട് വലിച്ചെറിയരുത് എന്നാ ഇങ്ങനെ അർച്ചിക്കും. കാരണം എന്തിനാ കൈ കിട്ടിയിരിക്കുന്നത്? ഒരാളെങ്ങനെ ചൂണ്ടാനാണോ? ഒരാളെ അങ്ങോട്ട് ചൂണ്ടുമ്പോൾ 3 ആൾ ഇങ്ങോട്ട് ചൂണ്ടല്ലേ? നോക്കൂ, മുകളിൽ ദാ സർവസാക്ഷിയായിട്ട് ഭഗവാൻ നിൽക്കുന്നുണ്ട്. അപ്പൊ ആരെയും ചൂണ്ടാനൊന്നും പോണ്ട. എന്താ ചെയ്യേണ്ടത്? ഞാൻ അർച്ചന ചെയ്യാനാണ് എനിക്ക് കൈ കിട്ടിയിരിക്കുന്നത്. നിൻ പൂജ ചെയ്യാത്ത കയ്യെന്തിനാ കണ്ണാ, കയ്യെന്തിനാ കണ്ണാ, കയ്യെന്തിനാന്ന് ഭജനയിൽ നമ്മൾ ചൊല്ലാറുണ്ട്. കൃഷ്ണനോട് പറയാണ്, നിന്നെ പൂജിക്കാത്ത ഈ കയ്യ് വേറൊന്നിനും കൊള്ളില്ല കേട്ടോ എന്ന്. നമ്മുടെ വിചാരം എന്താ? ഇതിങ്ങനെ രാവിലെ തുടങ്ങിയില്ലേ? ഇപ്പൊ ഇവിടെ കുറച്ച് ഏജായവരും കുട്ടികളും ഒക്കെ ഉണ്ട്. എന്താണ് ഈ ജീവിതം എന്നൊന്ന് ചിന്തിച്ചു നോക്കൂ. രാവിലെ തുടങ്ങി റിപ്പീറ്റേഷൻ അല്ലേ? ടീച്ചറാണോ എന്നും ഇത് എഴുതലും എഴുതിയത് മുഴുവൻ വായിച്ചൂലേ? ടീച്ചറുടെ ജീവിതമാണ് അത് കഴിഞ്ഞിട്ടോ ഇനിയിപ്പോ ക്ലർക്കാണെങ്കിലോ ഒരു പെൻപുഷറാണ്. 15 കൊല്ലമായി ടീച്ചറെ LDC. ഇതിനൊന്നും സമയം കിട്ടുന്നില്ല. പിന്നെ എല്ലാം കഴിഞ്ഞ് സമയം കിട്ടുക എപ്പോഴാ? ആഫ്റ്റർ റിട്ടയർമെന്റ് ഇങ്ങോട്ട് വരും ഈ നാരായണീയവും പൊന്തിച്ചിട്ട്. ഇപ്പൊ നിങ്ങൾ ഇവിടെ ഇരുന്നിട്ട് ഓം ശ്രീമാതാ ശ്രീ മഹാരാജ്ഞി ശ്രീമത് സിംഹാസനേശ്വരി ചിദാഗ്നികുണ്ഡ സംഭൂത ദേവകാര്യ സമുദ്യക എന്നിങ്ങനെ ജീവിക്കുമ്പോൾ നിങ്ങൾക്ക് വല്ലാത്ത ഒരു സുഖം അനുഭവപ്പെടാറില്ലേ? അതുകൊണ്ടല്ലേ എല്ലാ മാസവും ചെയ്യുന്നത്. ഇതൊക്കെ അറിഞ്ഞാൽ മതി എന്നുണ്ടെങ്കിൽ 1 മാസം ചെയ്യൂ. 10 മാസമായിട്ടും അത് മുടങ്ങുന്നില്ല എന്ന് പറയുമ്പോൾ ആ ലളിതാ പരമേശ്വരിയുടെ സഹസ്രനാമം ജപിക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെതായ ഐശ്വര്യം. അതുകൊണ്ടാണ് ആ പൂജയ്ക്ക് സർവൈശ്വര്യ പൂജ എന്ന് പേര് തന്നെ വന്നത്. നിങ്ങൾക്ക് മാത്രമല്ല, ഒരു ക്ഷേത്രാങ്കണത്തിൽ കൂട്ടമായിരുന്ന് നിങ്ങളത് ജപിച്ചങ്ങനെ അർച്ചിക്കുമ്പോൾ ശ്രീ ദുർഗ ഇവിടെ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് മാത്രമല്ല, ആ പൂക്കൾ എന്താ ചെയ്യാറ്? അവസാനം അത് പൊതിഞ്ഞെടുത്ത് വീട്ടിൽ കൊണ്ടുപോയി 3 ദിവസം സൂക്ഷിച്ചു വെക്കും. എന്നിട്ട് അത് ഗംഗയിൽ ഒഴുക്കുന്ന പറയാ, അല്ലെങ്കിൽ ശുദ്ധമായ സ്ഥലത്ത് എവിടെയെങ്കിലും പ്ലാവിൻ്റെ ചോട്ടിലോ ഒക്കെ കൊണ്ടുപോയിട്ട് നിക്ഷേപിക്കും. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ആ വീടിനും ആ വീട്ടുകാർക്കും നാട്ടുകാർക്കും ഈ ഗ്രാമദേവത ഗ്രാമത്തെ മൊത്തം അനുഗ്രഹിക്കുന്ന ഒരനുഭവം വരും. അതുകൊണ്ട് ആ സർവൈശ്വര്യ പൂജ നടക്കുന്നത്. അത് ഒന്നാമത് ഞാൻ പറഞ്ഞു, ഉപാസന, ക്ഷേത്ര ദർശനം.
പിന്നെയാണ് കൂട്ടായ്മയൊക്കെ ഉണ്ടാക്കിയിട്ട് എന്ത് എനിക്കൊരു അർച്ചന നടത്തണം തോന്നുന്നത്. വെറുതെ കൈവീശി വരാൻ പാടില്ല അത്രേ. ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോഴും ക്ഷേത്രത്തിലേക്ക് കയറി ചെല്ലുമ്പോഴും നമ്മൾ പലതും ഇങ്ങോട്ട് സ്വീകരിക്കും. എന്താ സ്വീകരിക്കുക? ഇപ്പോൾ കയറി വന്നു കഴിഞ്ഞാൽ അതിഥി വന്ന എന്താ പറയുന്നത്? അതിഥി ദേവോ ഭവ, ആചാര്യ ദേവോ ഭവ അല്ലേ? നമ്മളെ ശരിക്കും പണ്ടൊക്കെ ഗുരുകുല വിദ്യാഭ്യാസം കഴിയുമ്പോഴേ ഈ കുട്ടിയെ വീട്ടിലേക്ക് പറഞ്ഞയക്കുമ്പോൾ കൊടുക്കുന്ന തൈത്തിരിയോപനിഷത്തിലെ ഒരു മഹാമന്ത്രം ഉപദേശമാണ് ആദ്യം പറഞ്ഞു കൊടുക്കുന്നത്. സത്യം വദ, ധർമ്മം ചര, ഗുരുജനാൻ നമ, സ്വാധ്യായാൻ മാ പ്രമദ. എന്താ അങ്ങനെ പറഞ്ഞേ? മൂന്നും ആദ്യത്തെ മനസ്സിലായി. സത്യം പറയണം, സത്യം വദ, ധർമ്മം ചര, ധർമ്മത്തിലൂടെ നീ സഞ്ചരിക്കണം, ആചരിക്കണം, ധർമ്മം ആചരിക്കണം. അതൊരു പ്രഭാഷണത്തിലുള്ള വിഷയമുണ്ട്, അത് പിന്നെ ഒരിക്കൽ പറയാം. അത് കഴിഞ്ഞ് ഗുരുജനങ്ങളെ നമിക്കണം. ഇപ്പൊ എത്ര കുട്ടികളാ ഗുരുജനങ്ങളെ കാണുമ്പോൾ എഴുന്നേൽക്കുക? പണ്ടത്തിൽ നിന്നൊക്കെ വ്യത്യാസം വന്നു. ബസ്സിലൊക്കെ ഇരിക്കുകയാണെങ്കിൽ ടീച്ചർ കയറിയ സ്പ്രിങ് പൊന്നും പോലെ പൊന്തും നമ്മളിലേ. ഇപ്പൊ അതൊക്കെ മാറി. അങ്ങനെ ഒരു ഉപദേശം ഇപ്പൊ കിട്ടണില്ല. അതുകൊണ്ടാ ഏത് ടീച്ചർ ആത്മീയത പറയാ? കൃഷ്ണന് രാമന് എന്നും പാഠപുസ്തകത്തിൽ കാണാൻ പാടില്ലല്ലോ. അത് കഴിഞ്ഞ് പറയുന്നത് സ്വാധ്യായ മാ പ്രമദ. എന്താ? സ്വാധ്യായാൻ, സ്വാധ്യായം ചെയ്യണം. എല്ലാം നമുക്ക് മറ്റുള്ളവർ പഠിപ്പിച്ചു തരുമോ? ഇല്ല. ഗുരുക്കന്മാരുടെ കയ്യിൽ നിന്ന് കാൽഭാഗം കിട്ടുമ്പോൾ, പ്രകൃതിയിൽ നിന്ന് കാൽഭാഗം, ബാക്കി കാൽഭാഗം മറ്റുള്ള വ്യക്തികളിൽ നിന്ന് പിന്നെ പഠിക്കേണ്ടത് സ്വയം പഠിക്കണം എന്നാ. സ്വാധ്യായം ചെയ്യണം എന്ന് പറഞ്ഞു കൊടുത്തിട്ടാണ് ഗുരുകുലത്തുനിന്ന് കുട്ടിയെ പറഞ്ഞയക്കുക. എന്താ സ്വാധ്യായം? നമ്മുടെ വീട്ടിലൊക്കെ ഇല്ലാത്തത് അതാ. അത് പറഞ്ഞ പറയാം, അയ്യോ ടീച്ചറെ ഈ സംസ്കൃതം അങ്ങോട്ട് കൂട്ടിയാൽ കൂടില്ല അല്ലേ? ഇവിടെ തന്നെ ഇപ്പൊ ഇത് ചെയ്യുന്നത് എന്തുകൊണ്ടാ? ഒരു ടീച്ചർ ഞങ്ങളുടെ മുന്നിലുള്ളത് കൊണ്ട്. ഇനിയിപ്പോൾ ഒരു ഗുരു ഉണ്ടെങ്കിൽ എന്താ? തെറ്റിയാലും അതിൻ്റെ പാപം ആർക്ക് കിട്ടും? ഗുരുസ്ഥാനത്തിരിക്കുന്ന വ്യക്തിക്ക് കിട്ടും. അതുകൊണ്ട് ആദ്യം മലയാളത്തിൽ ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട്. ഹൈന്ദവനായി ഞാൻ ജനിച്ചു, ക്ഷേത്രാരാധന തുടങ്ങി, അർച്ചന തുടങ്ങി, അവിടെ നിന്നാ മതിയോ? പോരാ, എനിക്ക് ഇനിയും പഠിക്കണം. എന്താ ഉപനിഷത്ത് പറയുന്നത്? നേതി. അതല്ല, ഇനിയും മുന്നോട്ട്. ഏറ്റവും ലളിതമായ ഹൈന്ദവന്റെ ഗ്രന്ഥമായ ജ്ഞാനപ്പാന എടുത്ത് തുറക്കുക. എന്തെല്ലാം കാര്യങ്ങളാ അതിൽ വെച്ചിരിക്കുന്നത്. ഈ പെരിന്തമണ്ണ പൂന്താനം ഇല്ലത്തുണ്ടായിരുന്ന തിരുമേനി, ബ്രഹ്മദത്തൻ തിരുമേനി എന്നായിരുന്നു പേരെന്ന് പറയുന്നു. നമുക്ക് ഉറപ്പൊന്നുമില്ല. ഏതായാലും ആ തിരുമേനി കൃഷ്ണഭക്തനായിരുന്നു. തിരുമേനി എന്ത് ചെയ്തു? വേദ തത്വങ്ങളെ കറന്നെടുത്തിട്ട് നമുക്ക് വേണ്ടിയാണ്ട് എഴുതി വെച്ചിരിക്കുക. അപ്പൊ ഇവിടെ ഒരു പ്രഭാഷണം ഉണ്ട്, ഒരു അർച്ചന ഉണ്ട് എന്ന് പറഞ്ഞാൽ ചിലരൊന്നും വരില്ല. എന്താ പറയാന്നോ? ആകെ കൂടെ പ്രാരാബ്ദമാണ്, വരാനൊന്നും പറ്റുന്നില്ല ടീച്ചറെ. ഒക്കെ വേണമെന്നുണ്ട് കേട്ടോ. പല അമ്മമാര് പറയുന്നതാ. എന്താ ഇവിടെ പറഞ്ഞു വെച്ചിരിക്കണേ ജ്ഞാനപ്പാനയില്? നമ്മയൊക്കെയും ബന്ധിച്ച സാധനം കർമ്മമെന്നറിയേണ്ടതു മുമ്പിനാൽ. അല്ലെ? കർമ്മം. എന്ത് കർമ്മ ചെയ്തുകൊണ്ടിരിക്കണേ? നമ്മുടെ വീട്ടിലെ ഗൃഹാന്തകൂപേ പതിതോ യഥാ പശു. അങ്ങനെ കിടക്കുക. ഗൃഹമാകുന്ന അന്തകൂപത്തിൽ പൊട്ടക്കിണറ്റിലെ തവളയെ പോലെ ഒരു ഗ്രന്ഥവും തുറക്കാതെ. ഗ്രന്ഥം തുറക്കുന്നവരാ കൂട്ടത്തിലല്ല കേട്ടോ. ആ പുറന്തോട് പൊട്ടിച്ചൊരു ക്ഷേത്രാങ്കണത്തിൽ വന്ന് എല്ലാവരും ചേർന്നിരുന്നിട്ട് ലളിതാ സഹസ്രനാമം കാർത്തികയ്ക്കല്ലേ ചെയ്യുന്നുള്ളൂ. ആഴ്ചയിൽ ഒരു ദിവസം ഒന്നിച്ചിരുന്ന് ജ്ഞാനപ്പാനെ അങ്ങനെ ജപിക്കുക. വെറുതെ ഒന്നിച്ചിരുന്നിട്ട്, അറിയില്ലെങ്കിൽ ഒരാൾ ചൊല്ലിക്കൊടുക്കുക, മറ്റുള്ളവർ ചൊല്ലുക. അങ്ങനെ ചൊല്ലി വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക ഈ ശരീരം ഒന്നും അല്ല. 10 വർഷം മുമ്പ് ഈ ശരീരം എങ്ങനെയാണോ, ഇനി 10 വർഷം കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാവുമോ എന്ന് തന്നെ അറിയില്ല. ഇനിയിപ്പോൾ നടന്നിട്ട് ഇങ്ങോട്ട് വരാൻ പറ്റുമോ എന്ന് അറിയില്ല. ഒരു ഉറപ്പില്ലാത്തൊരു കാര്യമാണ് ഈ ജീവനും ശരീരവും ഇവിടെ ഉണ്ടാവും എന്നുള്ളത്. ഇനി എന്തിനാ ജന്മം കിട്ടിയേ? അത് ചോദിച്ചാൽ ചിലർ പറയും, ഇങ്ങനെ എല്ലാവരും ജീവിക്കുന്നു, ഞാനും ജീവിക്കുന്നു. ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ടാണ് ഈ ജന്മം കിട്ടിയത്, ഈ ശരീരം കിട്ടിയത്. അതെങ്ങനെയാപ്പോ നേടുക? മോക്ഷം വേണമെന്ന് പറയും പലരുല്ലേ. കലികാലത്തിൽ മോക്ഷം നേടാൻ വളരെ എളുപ്പമാണ് എന്ന് ഗ്രന്ഥങ്ങൾ പറയാം. എങ്ങനെയാ മോക്ഷം നേടണ്ടേ? അത് പറഞ്ഞാൽ അയ്യോ ഇത് ബുദ്ധിമുട്ടല്ലേ? ഒരു ബുദ്ധിമുട്ടും ഇല്ല. കലികാലത്തില് നാമജപം മാത്രം മതി. നാമം ജപിക്കുന്ന എത്ര വീടുകളുണ്ട്? ഉണ്ടെങ്കിൽ അത് മഹാഭാഗ്യം. കാരണം കൃതം ത്രേതം ദ്വാപരം കലി, ഈ ആദ്യത്തെ 3 യുഗങ്ങളിലും നമ്മളെ ധ്യായാപൂന എന്നാ പറയാ. ആദ്യത്തെ യുഗത്തില് ഗംഭീരമായി ധ്യാനിക്കണമായിരുന്നു. പിന്നെ യാഗങ്ങൾ, യജ്ഞങ്ങൾ നടത്തണമായിരുന്നു. പൂജാതി കർമ്മങ്ങളായിരുന്നു ദ്വാപരത്തിൽ. എങ്കിൽ കലിയുഗത്തിൽ നാമജപം മാത്രം മതി. അപ്പൊ എല്ലാവരും ചേർന്നിരുന്ന് നാമം ചൊല്ലിയ മഹായജ്ഞമായി മാറി. രാജസൂയ യജ്ഞത്തിന് അശ്വമേധ യാഗത്തിന് തുല്യമായി. അതൊക്കെ 1 മാസം ജപിച്ചു വീട്ടിലിരുന്നിട്ട് മനസ്സിലായി ജ്ഞാനപ്പാന. എങ്കിൽ ഹരിനാമ കീർത്തനം എടുക്കുക. ഹരിനാമ കീർത്തനം എന്താ പറയുന്നത്?
പലതും പറഞ്ഞു പകൽ കളയുന്ന നാവു തവ തിരുനാമ കീർത്തനമിതതിനായി വരേണമിഹ കലിയായ കാലമിതിലതുകൊണ്ടു മോക്ഷഗതി എളുതെന്നു കേൾപ്പു ഹരിനാരായണായ നമ. ഹേ കൃഷ്ണ, ഈ കലികാലത്തിൽ അങ്ങയുടെ നാമം ചൊല്ലിയാൽ തന്നെ മോക്ഷം കിട്ടുന്നു പറയുന്നു. അതുകൊണ്ട് പലതും പറഞ്ഞ് പകൽ കളയണ്ട. ഉച്ചയ്ക്ക് സ്ത്രീ പ്രസംഗ മുത്തശ്ശി പറയാ, സ്ത്രീ പ്രസംഗം ഇപ്പൊ നടക്കണ്ടല്ലേ, കൊറോണ ഇപ്പൊ അതൊക്കെ ഒന്ന് നിന്നു. ഇപ്പോഴും കുറേശ്ശൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നീങ്ങി പോവാൻ തുടങ്ങി. ഉച്ചയ്ക്ക് എന്താ പറയാ, പരദൂഷണ നമ്മൾ പറയാല്ലേ, പരനെ കുറിച്ചിട്ട്. നല്ല കാര്യം കേട്ടാൽ അത്ര ഷെയർ ചെയ്യാനൊന്നും പലർക്കും താല്പര്യം ഉണ്ടാവില്ല. അതൊന്നും പറയണ്ട. ഉച്ചയ്ക്ക് സ്ത്രീ പ്രസംഗ രാമായണം ഇരുന്ന് വായിച്ചോളൂ. സ്ത്രീ പ്രസംഗിക്കുന്നത് എവിടെയാ? രാമായണത്തിലാണ്. ഇവിടെ നിങ്ങൾ രാമായണം വായിച്ചു കർക്കിടകത്തില്? ഇനി അല്ലെങ്കിൽ വായിക്കുക. രാമായണത്തിലാണ് സ്ത്രീ പ്രസംഗിക്കുന്നത്. എന്താ പറഞ്ഞത്? സീതാദേവി, നിനക്ക് എന്നെ ഭാര്യയാക്കാനാണല്ലേ ശ്രീരാമചന്ദ്രൻ മരിച്ചു പോയി നോക്കുന്ന് പറഞ്ഞ് ചീത്ത പറയാണ്. പക്ഷെ എന്താ പറഞ്ഞത് ലക്ഷ്മണൻ? വനദേവതമാരെ പരിപാലിച്ചു കൊൾവിൻ മനുവംശാദീശ്വര പത്നിയെ വഴി പോലെ. ഹേ വനദേവതമാരെ, ഈ മനുവംശ പത്നിയെ നോക്കിക്കോളൂ, ഞാനിതാ പോവാണ് കേട്ടോ എന്ന് നോക്കാൻ പറഞ്ഞ് നിർത്തിയതാണേ. പോയി കഴിഞ്ഞാൽ ഉറപ്പാണ് രാവണൻ കൊണ്ടുപോകും. അങ്ങനെ ഒരു സീൻ നമുക്കവിടെ കാണാം. ഇനി അതും കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം? ഹരിനാമകീർത്തനം കഴിഞ്ഞാൽ രാമായണം തുറക്കണം. രാമായണം പറയണതേ നിസ്സാരമെത്രയും സംസാരമോർക്കിലോ സത്സംഗമൊന്നേ സുഖകരമായുള്ളൂ ശുഭകരമായുള്ളൂ. സത്സംഗം മാത്രമേ ശുഭമായിട്ടുള്ള ഒരു തൊഴിലുള്ളൂ, ബാക്കിയൊക്കെ ബുദ്ധിമുട്ടാണെന്നാ. മാത്രല്ല എന്താ പറഞ്ഞ, നിസ്സാരമെത്രയും സംസാരം. എപ്പോഴാ ഈ കാറ്റ് പോകാന്നൊന്നും അറിയില്ല അല്ലെ. എപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ പറയുന്നുണ്ട് വീട്ടിലേക്ക് തിരിച്ചെത്തുമെന്ന് നമുക്കറിയില്ല. ചെയ്തത് നമ്മൾ ചെയ്തു. ഇതേ കാര്യം ഭാഗവതം പറയുന്നുണ്ട്. സപ്താഹങ്ങൾക്കൊക്കെ പോയിണ്ടാവുമല്ലോ. ഭാഗവതം ഇവിടെ എടുത്ത് നിവർത്തുമ്പോൾ ആദ്യത്തെ പേജിൽ എന്താ പറയാ? അസാരേ സംസാരേ വിഷയ വിഷസംഗാകുലധിയ ക്ഷണാർദ്ധം ക്ഷേമാർത്ഥം. അത്ര എടുത്താൽ മതി. എന്താ അസാരേ? ഒരു നിസ്സാരമായ ഒരു ജീവിതം നിങ്ങൾക്കൊക്കെ ഉള്ളൂ. നിങ്ങൾ എന്താ ചെയ്യുന്നത്? ഈ വിഷയത്തിൽ ഇങ്ങനെ മുങ്ങി പൊങ്ങി. ഇത്ര കാലത്തെ ജീവിതം ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെടുന്നത് വരെ രാവിലെ എഴുന്നേൽക്കണു, വീട്ടിലെ പണികൾ എടുക്കണു അല്ലെ, എടുത്ത തന്നെ എടുക്കണു, കഴുകിയ തന്നെ കഴുകണു, മോറണ തന്നെ മോറണു. പിന്നെന്താ ഈ ചീത്തം കേൾക്കണു? കുറ്റം കൊണ്ടല്ലേ കൂലി തരാറ്? ഉപ്പൊരു ശകലം കൂടിയല്ലേ? ഇപ്പൊ ജോലിക്ക് പോയി ഒരു സാരി വാങ്ങാൻ മറന്നു, വെഡിങ് ആനിവേഴ്സറി ആണ്, അങ്ങോട്ടും കുറ്റം തന്നെ അല്ലേ ഉണ്ടാവാറ്? ആകെ ശക പുക അല്ലെ. അങ്ങനത്തെ ഒരു ജീവിതം കൊല്ലങ്ങളായി നയിക്കും. എന്തിനാപ്പം എന്നും ഇങ്ങനെ ജീവിക്കുന്നേ? അതിനും അപ്പുറം ഇവിടെ വന്നൊരു അർച്ചനയ്ക്ക് അങ്ങോട്ട് ഇരിക്കുമ്പോൾ സർവ്വതും മറക്കാൻ പറ്റുന്നില്ലേ? ആ അർച്ചനയ്ക്ക് വരുന്ന ആളല്ല ഇവിടുന്ന് അർച്ചന കഴിഞ്ഞാൽ തിരിച്ചു പോവുക. അപ്പൊ എന്ത് ചെയ്യാം? നിസ്സാരമാണ് ഈ ജീവിതം. ഇതിലെങ്ങനെ ജീവിക്കണം? ഒരു ശകലം സമയം ആത്മീയമായ ഗ്രന്ഥങ്ങളിലൂടെ പോകണം. ഈ രാമായണവും ഒരാവർത്തി വായിച്ചു കഴിഞ്ഞാൽ നേരെ എന്ത് ചെയ്യാം? ഭഗവത്ഗീത എടുത്ത് തുറക്കാം. ഗീത അങ്ങോട്ട് തുറന്നു കഴിഞ്ഞാൽ മണിമുത്തുകളാ. നമ്മളുടെ മനസ്സിലെ സർവ്വവേദനകളെയും വിഷമങ്ങളെയും അകറ്റി നിർത്താൻ കഴിവുള്ള ഗ്രന്ഥാണ് ഗീത. ലോകം മുഴുവൻ അംഗീകരിച്ച ഗ്രന്ഥാണ് ഗീത. ബിസിനസ് മാനേജ്മെന്റാ പഠിക്കുന്ന കുട്ടികൾക്ക് വിദേശത്തൊക്കെ. നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഒരു സൈക്കോളജി, വേറൊരു സൈക്യാട്രിസ്റ്റിനെ കാണണ്ട എന്നുള്ളത്, അത്രയും കാര്യങ്ങൾ അതിൽ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, അർജുനനെ ഇങ്ങനെ പൊന്തിച്ച് പൊന്തിച്ച് കൊണ്ടുവരിക. എന്താ പറയുന്നത്? ഉദ്ധരേതാത്മനാത്മാനം ആത്മാനമവസാദയേത് ആത്മൈവ ഹ്യാത്മനോ ബന്ധു ആത്മൈവാരിപുരാത്മന. ഇത് മാത്രം മനസ്സിലാക്കിയാൽ മതി. ആരാണ് നമ്മുടെ ശത്രു? ആരാ നമ്മുടെ ബന്ധു? ഒരുപാട് കുടുംബക്കാരുണ്ടല്ലേ, അവരാണ് കൂടുതൽ ശത്രുക്കള്. നമ്മുടെ ശത്രു എന്ന് പറയുന്നത് അസുഖങ്ങളാ, വേറെ ആരുമല്ല. ഈ അസുഖം നമ്മുടെ ശരിയായ ശത്രുവാ. ഈ ശരീരത്തെ നശിപ്പിക്കും. രോഗങ്ങളായുള്ള ശത്രുക്കളും വന്നു ദേഹം നശിപ്പിക്കും. ലക്ഷ്മണോപദേശത്തിൽ പറയുന്നുണ്ട്. വേറെ ആരും നമ്മുടെ ശത്രുവല്ല. വെറുതെ വിചാരിക്കുക നമ്മൾ എന്നെ നമ്മുടെ ശത്രു എന്ന് ഗീത പറയാ. എന്താ പറഞ്ഞേ? നീ നിന്റെ ആത്മാവിനെ ഉയർത്താൻ വേണ്ടി ഒരു ഗ്രന്ഥം എടുത്ത് ഒരമണിക്കൂറെങ്കിലും തുറക്കുന്നില്ല, അതിൽ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ നീ തന്നെ നിന്റെ ശത്രു. കാരണം ഇവിടുന്ന് അങ്ങോട്ട് പോകണ്ടേ? ഈ ശരീരം ഇത്ര വലുതാണോ? വന്നപ്പോ 2 കിലോ ഉള്ള കുട്ടിയല്ലേ. ഇങ്ങനെ വലുതായത് എന്താ? ഈ ശരീരം എല്ലാം പുറത്തുനിന്ന് എടുത്ത് കഴിച്ചിട്ടാ, ഭൂമിയിൽ നിന്ന് വാങ്ങിയതാ. ഇങ്ങോട്ട് വാങ്ങിയത് പടുത്ത വിട്ടുന്ന എന്തെങ്കിലും ഒരു ഗ്ലാസ് പഞ്ചസാര വാങ്ങി അത് തിരിച്ചു കൊടുക്കണ്ടേ? അതുപോലെ ഈ പ്രകൃതിയിൽ നിന്നെടുത്ത് ഈ ശരീരം 60 കിലോ ആക്കിയെങ്കിൽ ഈ ശരീരത്തിലെ എല്ലാ വസ്തുക്കളും നമ്മൾ തിരിച്ചു കൊടുക്കണം. പഞ്ചഭൂതങ്ങൾക്ക് ഇങ്ങോട്ട് വന്നപ്പോൾ കൊണ്ടുവന്നത് ഈ ആത്മാവ്, ജീവൻ മാത്രം. അത് മാത്രമേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. തിരിച്ചു പോകണം എന്ന് ഉറപ്പ്
ഉറപ്പായി കഴിഞ്ഞാൽ പിന്നെന്താ, തിരിച്ചു പോകുന്ന മാർഗം സൽക്കർമ്മങ്ങളിലൂടെ ഉയരങ്ങളിലേക്ക്. അതാണ് പറയുന്നത്, ഉദ്ധരേത് ആത്മനാത്മാനം, ആത്മാവിനെ ഉയർത്തണം. അതിനുവേണ്ടി നീ ഒന്നും ചെയ്യുന്നില്ലേ, നീ തന്നെയാണ് നിന്റെ ശത്രു. അതിനുവേണ്ടി നീ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ, നീ തന്നെയാണ് നിന്റെ മിത്രം. ഇത്ര വിശദമായിട്ട് 4 വരി, ഒരൊറ്റ ശ്ലോകാണത്, 2 വരി അല്ലെങ്കിൽ 4 വരിയായിട്ട് കാണാം. ഇത്രയും കാര്യങ്ങൾ അതിൽ പറഞ്ഞു വെച്ചിരിക്കുക ഭഗവാൻ. ആർക്ക് വേണ്ടിയാ? നമുക്ക് വേണ്ടിയിട്ടാ. നമ്മളൊക്കെ ഒരുപാട് വിഷമങ്ങളിലാ. ഭഗവാൻ കൃഷ്ണൻ എന്തെല്ലാം വിഷമങ്ങൾ അനുഭവിച്ചു. ജീവിതകാലം മുഴുവൻ പ്രശ്നങ്ങളായിരുന്നു. കുഞ്ഞായപ്പോ തന്നെ കള്ളനാന്നല്ലേ പറഞ്ഞത്. ഗോപികമാരെന്താ പറഞ്ഞ്, ദേ കള്ളനാ വരുന്നു കേട്ടോ അല്ലേ. ഗോപികമാരെപ്പോഴും യശോദാമേനോട് പറയൂത്രേ, നിന്റെ കുട്ടിക്ക് 2 അടിയുടെ കുറവുണ്ട് കേട്ടോ, അത് കേൾക്കേണ്ട താമസം യശോദാമ്മ വടിയെടുക്കൂത്രേ. അങ്ങനെ ഒരു കഥ കൂടി പറയാം. ഈ തത്വങ്ങൾ പറയാൻ കുറേ ഉണ്ട്. ചിലർക്ക് പോവാനുള്ള ധൃതിയിലാണ്. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. രാവിലെ മുതൽ കുട്ടികളുടെ പിന്നാലെയാവും. പോകുന്നവരെ ഒരു കഥ കൂടി കേൾപ്പിക്കാം, എന്നിട്ട് പോവാം. കാരണം ഇന്ന് കൃഷ്ണന്റെ ജന്മാഷ്ടമിയായിട്ട് ഒരു കൃഷ്ണ കഥ കേട്ടില്ല എങ്കിൽ ഈ ദിവസം പൂർണ്ണാവില്ല. ഇനി അത് കഴിഞ്ഞാൽ ഉയർന്ന ഗ്രന്ഥങ്ങളുണ്ട് കേട്ടോ. ഗീത കഴിഞ്ഞാൽ പിന്നെ എന്ത്, മഹാഭാരതം നിർബന്ധമായും വായിക്കണം എന്നാ ഒരു കലവറയാണ് സ്റ്റോറികളുടെ, കഥകളുടെ. അതും കഴിഞ്ഞാൽ ഈ തിരുവേദ മന്ത്രം ജപിക്കാൻ പഠിക്കുക. അപ്പോഴേക്കൊക്കെ നമ്മളുടെ സമയം കുറെ അങ്ങ് എത്തിയിട്ടുണ്ടാവും. ഇനി കൃഷ്ണനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്കെല്ലാം കൃഷ്ണന്റെ കഥ അറിയാം. പക്ഷേ കുറൂരമ്മയുടെ കഥ ഒരുവിധം എല്ലാവർക്കും അറിയാം അല്ലേ. മലരും കലത്തിന് ചോട്ടിൽ അടച്ചു വെച്ചില്ലേ, അതുപോലെ ഒരു കലത്തിന് ചോട്ടിൽ വൃന്ദാവനത്തില് ഒരു മഹാഭക്തൻ കൃഷ്ണനെ അടച്ചു വെച്ച ഒരു കഥയുണ്ട്. അതുകൂടി നിങ്ങൾക്ക് വേണ്ടി ഞാൻ പറയാം. അതായത് കൃഷ്ണൻ ചെറിയ കുട്ടിയാവുമ്പോൾ തന്നെ ജനിച്ചത് കറുത്തിട്ടുമല്ല വെളുത്തിട്ടുമല്ല, ഒരു നീല കാർവർണ്ണന അല്ലേ, ഒരു ഐശ്വര്യമുള്ള ഒരു കുട്ടി, ആര് കണ്ടാലും ഒന്ന് നോക്കിപ്പോകുന്ന കുട്ടി. ആ കുട്ടി ഉണ്ടായി എന്നറിഞ്ഞപ്പോൾ തന്നെ വൃന്ദാവനത്തിലെ ഒരു മഹാഭക്തനായ വ്യക്തി, ദധിപാണ്ഡൻ എന്ന് പറഞ്ഞിട്ടൊരു വ്യക്തി ഉണ്ടായിരുന്നു. അദ്ദേഹം തൈരും പാലും ഒക്കെ ദൂരെ നഗരത്തിൽ കൊണ്ടുപോയി വിറ്റിട്ടാണ് എന്ത് ചെയ്യുക, ഈ ജീവിതം അന്നന്നത്തെ കാര്യങ്ങൾ കഴിച്ചു കൂട്ടുക. അഷ്ടിക്ക് വകയുള്ളതേ കിട്ടൂ. പക്ഷെ അദ്ദേഹം നല്ല സന്തുഷ്ടനായിരുന്നു. നമ്മുടെ കാര്യം ചിന്തിച്ചു നോക്കൂ, എനിക്ക് അത്ര പോരല്ലോ അല്ലേ, എന്നാലും നിങ്ങളൊരു വാഷിംഗ് മെഷീൻ വാങ്ങി തന്നില്ലല്ലോ, പരാതിപ്പെട്ടികളാണല്ലേ. പക്ഷെ ഇദ്ദേഹത്തിന് കിട്ടുന്നതിൽ ഇദ്ദേഹം സംതൃപ്തനായിരുന്നു. കാരണം ഭക്തിയുള്ള വ്യക്തിയാ. അദ്ദേഹത്തിന് അറിയാം ഈ ലോകത്തിൽ സംതൃപ്തിയും സമാധാനവും സുഖവും ഉള്ള 2 കൂട്ടരാ. ഒന്ന് കുട്ടികളാ, അവർക്കൊന്നും അറിയില്ല, അതുകൊണ്ടാ. മറ്റൊന്ന് പണ്ഡിതന്മാരാ. അതായത് കുറച്ച് ഏജ് ആകുമ്പോഴേക്കും നമ്മൾ പണ്ഡിതനാവണമെന്ന അറിവ് നേടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വിഷമം ഉണ്ടാവില്ല. ഇതൊക്കെ എത്രയൊക്കെ ഉള്ളൂ എന്നാ പറയാ. എന്താ ഗീത പറയുന്നേ, അനിത്യമസുഖം ലോകം ഇമം പ്രാപ്യ ഭജസ്വമാം. ഇതൊക്കെ ഇങ്ങനെയൊക്കെ ആണ്, അസുഖകരമാണ് ഈ ലോകം, അനിത്യമാണ്. അങ്ങനെ മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യണം, ഭജസ്വമാം, എന്നെ ഭജിച്ചോളൂ. ഈ കൃഷ്ണനൊക്കെ ഉണ്ടായി ഓടിച്ചാടി നടക്കാൻ തുടങ്ങി വികൃതി കാണിക്കുന്നതൊക്കെ ഇദ്ദേഹം ഇങ്ങനെ കാണുക. അടുത്ത വീട്ടിലെ ആളല്ലേ, കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ. ഈ തൈരും വെണ്ണയൊക്കെ ആയിട്ട് അതേ പോകുമ്പോ ഈ ഒരു നീല കാർവർണ്ണൻ യശോദാമ്മ കുളിപ്പിച്ച് സുന്ദര കുട്ടനാക്കി അവിടെ നിർത്തിയിട്ടുണ്ടാവും. അപ്പൊ കുട്ടികളെ കളിക്കാൻ വേണ്ടി കാത്തു നിൽക്കുക. അന്നൊക്കെ കഴലാണ്, ഗേറ്റ് ഒന്നുമില്ല. അവിടെ വന്നാൽ കഴലും പിടിച്ചിങ്ങനെ നിൽക്കുക. അപ്പോൾ ഈ വ്യക്തി ദധിപാണ്ഡൻ ചോദിക്കും, കണ്ണാ വരൂ, എൻ്റെ വീട്ടിലേക്ക് ഒന്ന് വരൂ. അപ്പൊ പറയും സമയമായിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ഓടിപ്പോത്രേ അവിടുന്ന്. ഇതിങ്ങനെ ആവർത്തിക്കുക. എന്നും ഇദ്ദേഹം തിരിച്ചു വരുമ്പോൾ അല്ലെങ്കിൽ പോകുമ്പോൾ കാണുമ്പോഴൊക്കെ കണ്ണനോട് പറയും, കണ്ണാ ഇന്ന് എൻ്റെ വീട്ടിലേക്ക് വരൂ. അപ്പൊ കണ്ണൻ പറയും സമയമായിട്ടില്ല എന്നിങ്ങനെ പറയും. അപ്പൊ വിചാരിക്കും ഇത്രേ, എന്നാണാവോ എൻ്റെ വീട്ടിലേക്ക് ഒന്ന് വരാൻ സമയമാവുക എന്ന് വിചാരിച്ചു. മൂപ്പര് അങ്ങനെ നടന്നു പോയി വിൽപ്പന കഴിഞ്ഞ് തിരിച്ചു വരും. വേഗം തന്നെ തിരിച്ചു വരും വിൽപ്പന കഴിഞ്ഞ്. ഇങ്ങനെ എന്നും രാവിലത്തെ പോലെ കണ്ണനെ യശോദാമ്മ കുളിപ്പിച്ചു കഴിഞ്ഞാൽ കണ്ണന് ഏറ്റവും വലിയ വീക്ക്നെസ് എന്ന് പറഞ്ഞാൽ എന്നും രാവിലെ പുതിയ പട്ടുകോണകം കിട്ടണം അല്ലേ. എപ്പോഴും പട്ടുകോണകമൊക്കെ ചാർത്തിക്കില്ലേ. പട്ടുകോണകം പുതിയത് കിട്ടുന്നത് വരെ പിന്നെ അവിടെ സ്റ്റണ്ട. നമ്മുടെ വീട്ടിലെന്താ, കുട്ടികൾ പുതിയ ഡ്രസ്സ് ഉണ്ടെങ്കിൽ അവർക്ക് കുളി കഴിഞ്ഞാൽ അതന്നെ കിട്ടണല്ലേ. അതുപോലെ യശോദാമ്മ കുറേ പുതിയ പട്ടുകോണകം വാങ്ങി വെച്ചിട്ടുണ്ട്. അതിൽ ഒരു പട്ടുകോണകം എടുത്ത് അങ്ങോട്ട് ഉടുപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് അവൻ്റെ മുടി നല്ല തിക്കുള്ള നല്ല
വളർന്നിറങ്ങിയ മുടി, ആ മുടി ചീകി കോതി ഒരു കെട്ടി മുത്തുമാല കൊണ്ട് കെട്ടി അലങ്കരിച്ചു. എന്നിട്ട് അതിൽ 2-3 മയിൽപ്പീലിയൊക്കെ വെച്ചു കൊടുത്തു. എന്നിട്ട് കണ്ണെഴുതി അങ്ങനെ ഗംഭീരമായിട്ട് അമ്മമാർ കുട്ടികളെ പുറപ്പെടുപ്പിക്കുമല്ലോ, അതുപോലെ കണ്ണെഴുതി ഗോപിക്കുറി ചാർത്തി ഒരു പുലിനഖം ഉള്ള മാല ചാർത്തി കൊടുത്തു, മുത്തുമാലകൾ ചാർത്തി കൊടുത്തു, കയ്യിൽ വള ഇട്ട് കൊടുത്തു, കാതിൽ കുണ്ടലങ്ങൾ വെച്ചു. ഇങ്ങനെ സുന്ദര കുട്ടനാക്കി. അലങ്കാരപ്രിയനാണ് കണ്ണനി. അപ്പോൾ അലങ്കാരമൊക്കെ മതിയായോ നോക്കാം, കണ്ണാടിയുടെ മുന്നിലൊന്ന് പോയി നിൽക്കും. എന്നിട്ട് എന്തേലും കോണകത്തിൻ്റെ നീളം പോരാന്നൊക്കെ പറയും. അപ്പോൾ അത് മാറ്റി ഉടുപ്പിക്കും. ഇങ്ങനെ സുന്ദരനാക്കിയിട്ട് പറഞ്ഞു, സാധാരണ കുളിപ്പിച്ച് കഴിഞ്ഞാൽ കുറച്ച് അമ്മിഞ്ഞ കൊടുക്കും. 2 വയസ്സായിട്ടേ ഉള്ളൂ. പല്ലൊക്കെ വന്നിട്ടുണ്ട്. അപ്പം അമ്മിഞ്ഞയിൽ കടിച്ച് വേദനിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ യശോദാമ്മ എന്ത് കരുതി, ഇനി അവൻ മറ്റ് പാലും വെണ്ണയൊക്കെ കഴിക്കുന്നുണ്ടല്ലോ, പോയി കളിച്ചോട്ടെ വിചാരിച്ച് കളിച്ചോളൂ പറഞ്ഞ് പുറത്തേക്ക് ഇറക്കി വിട്ടു. എന്താ കാരണം, കറന്നെടുത്ത പാല് തിളപ്പിക്കാൻ അവിടെ ഇരിക്കുന്നുണ്ട്, തൈര് കടഞ്ഞിട്ടില്ല. ഇതൊക്കെയാണ് അമ്മയുടെ മനസ്സിൽ. അങ്ങനെ കണ്ണനെ പുറത്തേക്ക് പറഞ്ഞയച്ചിട്ട് ഈ പാൽ അവിടെ വെച്ചു. എന്ത് ചെയ്യാം, ഒന്ന് തിളപ്പിക്കാം. അതിനിപ്പുറത്തന്നെ ഇരുന്നിട്ട് തൈരും കലം എടുത്ത് ഇത് കടകോല് വെച്ച് കടഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്താ, കൃഷ്ണഗീതങ്ങൾ തന്നെ അറിയാതെ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കണത്. പരബ്രഹ്മം തന്നെ മകനായി പറന്നത്, വയറ്റിൽ നിന്ന് പ്രസവിക്കാനുള്ള ഭാഗ്യം ഉണ്ടായില്ലെങ്കിലും വളർത്താനുള്ള ഭാഗ്യം ഉണ്ടായില്ലേ യശോദാമ്മയ്ക്ക്. കണ്ണൻ്റെ പാട്ട് അങ്ങനെ പാടിക്കൊണ്ട് അങ്ങനെ കടയുക. ഈ കടച്ചിലിൻ്റെ ഇടയിൽ കണ്ണന് മനസ്സിലായി ഉണ്ണിമാര് വിളിക്കുന്നുണ്ട്, അമ്മ ഒന്ന് പാല് തന്നിട്ടില്ല. തിരിച്ചിങ്ങടന്നെ കയറി വന്നു. കൈയിൻ്റെ ഇടയിലൂടെ നൂഴ്ന്ന് മടിയിൽ കയറി അമ്മിഞ്ഞ കുടിക്കാൻ തുടങ്ങി. അപ്പോൾ കുറച്ച് സമയമൊക്കെ അമ്മിഞ്ഞ കുടിച്ചു. അമ്മിഞ്ഞ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ യശോദാമ്മയ്ക്ക് മനസ്സിലായി പാല് കൊടുക്കാതെ വിട്ടു, അവൻ തിരിച്ചു വന്നതാ, കുടിക്കട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ കുറച്ച് സമയം പാലും കുടിച്ച് അങ്ങനെ ഇരിക്കുകയാണ് കണ്ണൻ. ആ സമയത്ത് ഈ പാലങ്ങനെ അടുപ്പത്ത് വെച്ചത് ഇങ്ങനെ പൊങ്ങി വരിക. ഇതിങ്ങനെ പൊങ്ങി വരുന്നത് കണ്ടപ്പോൾ യശോദാമ്മ 1 ഇളക്കി 2 ഇളക്കി പിന്നെയും പൊങ്ങന്നെയാണ്, വാങ്ങി വെക്കാതെ തരല്ല എന്ന് കണ്ടതും തൈരും കലം നീക്കി വെച്ചു. കണ്ണനെ വലിച്ച് താഴേക്ക് ഒരൊറ്റിടല. പാല് പോണ ആ സ്പീഡിൽ അത്രയും ചിന്തിച്ചുള്ളൂ. അങ്ങനെ ഓടിച്ചെന്ന് ഈ പാല് വാങ്ങിക്കുന്നതിൻ്റെ ഇടയിൽ കൃഷ്ണന് ദേഷ്യം വന്നു. കണ്ണൻ വിചാരിക്കുക ഈ പാലിങ്ങനെ ആസ്വദിച്ച് കുടിച്ച് വന്നതേ ഉള്ളൂ, അമ്മയ്ക്ക് ഇപ്പം എന്നേക്കാൾ വലുതാണോ ഈ പാല്, ശരിയാക്കി തരാമെന്ന് വിചാരിച്ചു. ദേഷ്യം കൊണ്ട് വന്ന കുട്ടികൾ എന്താ ചെയ്യുക, മുടിയൊക്കെ കൊണ്ട് പിച്ചി പറത്തൂല്ലേ. ഭംഗിയായി കോതി കെട്ടിയ ആ മുടിയിൽ നിന്ന് ആ മുത്തുമാല വലിച്ചു മിടുത്തൊരൊറ്റ അതുകൊണ്ടും ദേഷ്യം സഹിക്കുന്നില്ല. ഇനിയിപ്പോൾ എന്താ ചെയ്യാന്നിങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോഴാണ് ആ തൈരും അവിടെ ഇരിക്കുന്നത്. ഈ കോണകം ഇങ്ങോട്ട് പറിച്ച് ഊരിയെടുത്തു. ഒരൊറ്റ ആ കടകോലിൻ്റെ മുകളിലാണ് ഇരുന്നത്. അപ്പോൾ ആ കടകോല് വലിച്ചിങ്ങോട്ട് ഊരി ആ കടകോല് കൊണ്ട് ഒരൊറ്റടിയാ തൈരും കലം പടേന്ന് അങ്ങോട്ട് പൊട്ടി. തൈരും പാലും വെണ്ണയും ഒക്കെ മുഖത്ത് അങ്കരാഗം പോലെ ആയി. ഈ വെണ്ണയൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇരുന്നിട്ട് ഈ തൈരും എണ്ണയൊക്കെ മേലിൽ കൂടെ ആയപ്പോൾ ശരീരവും മനസ്സും തണുത്തു. അപ്പോൾ ആലോചിക്കുക, വേണ്ടിയിരുന്നില്ല, ഇനിയിപ്പോൾ അമ്മ വന്ന ഉറപ്പാണ്, അടി കിട്ടും. അപ്പുറത്തെ വീട്ടിൽ വെണ്ണ മോഷ്ടിച്ചതിൻ്റെ ഒരു പരാതി ഇപ്പോൾ രാവിലെ വന്നിട്ടേ ഉള്ളൂ. ഒരു ഗോപിക വന്നിട്ട്, യശോദാമ്മേ നിൻ്റെ കണ്ണന് 2 അടിയുടെ കുറവുണ്ട്, ഇതിപ്പോൾ 4 അടിക്കുള്ള വക, ഇനിയിപ്പോൾ എന്താ ചെയ്യുക, ഓടിയാലോ എന്ന് കണ്ണൻ വിചാരിച്ചു. ആ സമയത്ത് ഓടി അമ്മയ്ക്ക് ദേഷ്യം കൂടും, അടി കിട്ടും. പിന്നെ ആലോചിച്ചു ഇവിടെ നിന്നാലും ഇപ്പം അടി കിട്ടില്ലേ, കിട്ടും. പാല് വാങ്ങി തിരിഞ്ഞ് നോക്കിയപ്പോൾ കണ്ടത് തൈരും വെണ്ണയും ഒലിച്ച് വരുന്നതാ. അപ്പോൾ യശോദാമ്മ എന്താ ചെയ്ത്, എപ്പോഴും സ്റ്റോക്ക് ഉണ്ട് അവിടെ വടി. ഭഗവാൻ ഇങ്ങനെ വടി ഇങ്ങനെ എടുത്ത് നിൽക്കുമ്പോൾ അങ്ങനെ ഒരൊറ്റ കരച്ചിൽ, അയ്യോ അമ്മേ പറഞ്ഞിട്ട് കോമള ചുണ്ടു പീളുക്കി നിന്നിടുമ്പോൾ ഓമനിച്ചിടുവാൻ തോന്നുമത്രേ. ഒറ്റ കരച്ചിലുണ്ട്, കരയുമ്പോൾ വടിയാണ് വലിച്ചെറിഞ്ഞ് കെട്ടിപ്പിടിച്ചിട്ട് എടുക്കൂത്രേ. പക്ഷെ ഇന്ന് അതല്ല ചെയ്തേ. വടിങ്ങിട്ട് എടുത്തിട്ട് പിന്നാലെ വന്നതും കണ്ണൻ ഒരൊറ്റ ഓട്ട. പിന്നാലെ യശോദാമ്മ ഓടണ്ട, ഓടിയ 2 അടി അധികം കിട്ടും, അവിടെ നിന്നോ, ഇന്നാ ഞാൻ നിന്നെ തല്ലില്ല, ഓടണ്ട പറഞ്ഞു. അവന് ഒറ്റ വിശ്വാസമില്ല. ഓടടാ ഓട്ടം. പടികടന്ന് പുറത്തിറങ്ങി ഓടി. നല്ല സ്പീഡിലാണ് ഓടണേ. യശോദാമ്മയ്ക്ക് ഓടാനൊന്നും അങ്ങനെ വയ്യ. ആ സമയത്ത് ഗോപികമാരും പിന്നാലെ. ശരിയാ, നിന്റെ കണ്ണന് കുറച്ച് കുറുമ്പ് കൂടിയിട്ടുണ്ട്, ഈടായിട്ട് ഒരു ഭയമില്ല, വെണ്ണ മോഷ്ടിക്കാൻ കൊടുക്കൂ 2 എണ്ണം പറഞ്ഞിട്ട് കൂടെ. ഇവർ പട്ടാളം പോലെ പിന്നാലെ. കണ്ണൻ നല്ല ഓട്ടം. കണ്ണൻ ഓടി എവിടേക്കാ ചെന്നേ, ഈ ദതിപാണ്ഡൻ്റെ വീട്ടിലേക്ക് അങ്ങോട്ട് കയറി ചെന്നു. ഇദ്ദേഹം തൈരും പാലും ഒക്കെ വിറ്റ് അവിടെ വന്നിരിക്കുക, സ്വസ്ഥനായിട്ട് കൃഷ്ണനെ വിചാരിച്ചുകൊണ്ടിരിക്കുക. കാരണം ഇദ്ദേഹത്തിന് അറിയാമായിരുന്നു കൃഷ്ണൻ പരബ്രഹ്മം തന്നെയാണ് എന്ന്. അതാണ് ഈ വീട്ടിലേക്ക് ക്ഷണിക്കണത്. ഒന്ന് ഞങ്ങളുടെ വീട്ടിലേക്ക് വരൂ, അത് ആരാധന തോന്നുന്നവർ എല്ലാവരെയും വിളിക്കുന്നതാ. അങ്ങനെ കണ്ണൻ ഓടി കിതച്ച് അവിടെ
അവിടെ ചെന്ന് നിൽക്കുകയാണ്. ഓടി വരുമ്പോൾ ഈ മയിൽപ്പീലി ഒന്നിങ്ങനെ തൂങ്ങി നിൽക്കുന്നുണ്ട് അത്രേ. മുടിയൊക്കെ ഇങ്ങോട്ട് ഊരി താഴത്തേക്ക് വീണിട്ടുണ്ട് നെറ്റിയിലൂടെയൊക്കെ. അപ്പം ചോദിച്ചു, ഇങ്ങനെ കിതക്കിയ നിന്നിട്ട് മുന്നിൽ വന്ന് നിന്നിട്ട്, എന്താ കണ്ണാ പറ്റിയേ? അയ്യോ, ഒന്ന് ഒളിക്കാനൊരു സ്ഥലം, എന്നിവിടെ എവിടെയെങ്കിലും ഒന്ന് ഒളിപ്പിക്കൂ, അമ്മ പിന്നാലുണ്ട്. എന്താ കാരണം? ഞാൻ ചെറുതായിട്ടൊരു കുഴപ്പം പറ്റിച്ചു, എന്നെ ഒന്ന് ഒളിക്കാൻ സഹായിക്കൂ. അപ്പൊ പറഞ്ഞു, സഹായിക്കില്ല. എന്തേ? ഞാൻ നിന്നെ എത്ര കാലമായി വിളിക്കണു, നീ വന്നില്ലാലോ. ഇന്നാണിപ്പോ അതിന് സമയമായത്, നിൽക്കാൻ സമയമില്ലേ, അതേ അമ്മ വരുന്നു, ഒന്ന് ഒളിക്കാൻ സഹായിക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ എന്നാ പാവം തോന്നി. ഇത്ര ഒറ്റ കരച്ചിലാണ്, വിങ്ങി അങ്ങോട്ട് കരഞ്ഞപ്പോൾ പാവം തോന്നി. ശരി, കരയണ്ട, വാ എന്ന് പറഞ്ഞിട്ട് ആ പാനേതാ വലിയൊരു കുടം അതിൻ്റെ ഉള്ളിൽ കയറിയിരുന്നോ എന്ന് പറഞ്ഞു. ആ കലത്തിൻ്റെ ഉള്ളിൽ അങ്ങോട്ട് കയറിയിരുന്നപ്പോൾ ഇപ്പൊ അമ്മ എന്നെ കാണില്ലേ ചോദിച്ചു. വേറൊരു കല എടുത്തിട്ട് അത് കമത്തി അടച്ചു വെച്ചു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ആ പാദസരത്തിന്റെ കിലുക്കം ഗോപികമാരും യശോദാമ്മയും കൂടിയും വരിക. അവിടെ വന്നു. ദതിപാണ്ഡനോട് ചോദിച്ചു, കണ്ണൻ ഇങ്ങോട്ട് വന്നുവോ? ഇല്ല, ഇങ്ങോട്ട് വന്നില്ല. ഹൈ, ഇങ്ങോട്ട് ഓടുന്നതാണല്ലോ ഞാൻ കണ്ട്. അല്ല, ഇങ്ങോട്ട് വന്നിട്ടില്ല, എനിക്ക് ഇങ്ങോട്ട് വരുന്ന പോലെ തോന്നിയല്ലോ. അപ്പൊ പറഞ്ഞു, യശോദാമ്മേ, ഈടെ ആയിട്ട് അമ്മയ്ക്ക് എവിടെ നോക്കിയാലും കണ്ണനാ. ഇപ്പൊ ഒരു കല അതവിടെ കവുത്തി വെച്ചെന്നോ, കണ്ണനെ ഒളിപ്പിച്ച കലം കാണിച്ചിട്ടാ പറയണേ. ആ കലം കവുത്തിയത് കണ്ടാലും കണ്ണനാ തോന്നും. കാരണം കണ്ണൻ കറുത്ത കുട്ടിയാണല്ലോ. ഇവിടേക്ക് ഒന്നും വന്നിട്ടില്ല എന്ന് തറപ്പിച്ച് അങ്ങോട്ട് പറഞ്ഞു. അപ്പൊ യശോദാമ്മ പിന്നെ തറപ്പിക്കാനൊന്നും നിന്നില്ല. അവര് തിരിച്ചു നടക്കുക. ഈ തിരിച്ചു നടന്നു പോകുന്ന പാദസരം കൊലുസുകളുടെ കിലുക്കം കേട്ടപ്പോ കണ്ണൻ അതിനുള്ളിൽ ഇരുന്നിട്ട് പറയാ, അമ്മാവ എന്നെ തുറന്നു വിടൂ, എനിക്ക് ശ്വാസം മുട്ടുന്നുണ്ട്, വല്ലാത്ത ചൂടുണ്ട്, ഒന്ന് തുറക്കൂ. അപ്പൊ ഇദ്ദേഹം പറഞ്ഞു, ഇല്ല, ഞാൻ തുറക്കില്ല. അപ്പൊ അയ്യോ, അങ്ങനെ പറയരുത്, അമ്മ പോയില്ലേ, ഒന്ന് തുറക്കൂ. ഒരു കാര്യമുണ്ട്, എനിക്കൊരു കാര്യം സാധിപ്പിച്ചു തന്നാ ഞാൻ തുറക്കാം. ഞാനോ ഈ ചെറിയ കുട്ടിയായ ഞാൻ എന്ത് സാധിപ്പിച്ചു തരാനാ? ഒന്ന് തുറന്നു വിടൂ, ശ്വാസം മുട്ടിയിട്ട് വയ്യാന്ന് കൃഷ്ണൻ പറഞ്ഞു. ആ സമയത്ത് പറയാ, എനിക്ക് ഒരു കാര്യം സാധിപ്പിച്ചു തരണം, അല്ലെങ്കിൽ അവിടെ ഇരുന്നോളൂ, കുറെ ദിവസമായില്ലേ ഞാൻ വിളിക്കുന്നു. എന്ത് കാര്യാ ചോദിച്ചു. അപ്പൊ കണ്ണൻ പറയാണ്, എനിക്കും എൻ്റെ ചുറ്റും ഉള്ള ഈ സ്ഥാവര ജംഗമ വസ്തുക്കൾക്കും, അതായത് സർവത്തിനും മോക്ഷം കിട്ടണം, അത് തരണം. അത് തരാന്ന് വാക്ക് തന്നാൽ, വാഗ്ദാനം ചെയ്താൽ തുറക്കാം. നിവൃത്തിയില്ലാതെ കൃഷ്ണൻ പറഞ്ഞു, ശരി, മോക്ഷം തരാം, ഒന്ന് തുറക്കൂ എന്ന് പറഞ്ഞു. അതോടുകൂടി കലം തുറന്നു. കൃഷ്ണൻ പുറത്ത് ചാടി. ആകെ കരിയൊക്കെ ആയിട്ടുണ്ട്, അല്ലെങ്കിലേ കോലം കെട്ടിട്ടാണ് വന്നത്, കോണകം കൂടി ഇല്ല. അപ്പൊ പറഞ്ഞു, എന്നാ പോയിക്കോളൂ. അപ്പൊ ആ സമയത്ത് മുകളില് ദേവന്മാര് ഇത് നോക്കുക അത്രേ. കൃഷ്ണന്റെ കളി കാണാൻ വേണ്ടിയിട്ട് ദേവന്മാര് അവിടെ നിന്ന് ഇങ്ങനെ താഴത്തേക്ക് നോക്കും, ഭഗവാന്റെ ലീലകൾ ആടുന്നത് കാണാൻ. ഈ ഭഗവാന്റെ ലീലകളൊക്കെ കണ്ട് അവരങ്ങനെ നോക്കി രസിക്കുക. ഈ ലീല കണ്ടപ്പോ ദേവന്മാർക്ക് തോന്നി, ഇത്രേ എത്ര ദുർബലന്മാരാണ് ഞങ്ങള്. ഭഗവാനെ നേരിട്ട് കണ്ടിട്ടും ഒരിക്കലെങ്കിലും ഞങ്ങൾ ആരും എന്ത് ചോദിച്ചില്ല, മോക്ഷം വേണമെന്ന് ചോദിച്ചില്ല. ഒരു കേവലം തൈര് കച്ചവടക്കാരനായ ദതിപാണ്ഡൻ ഒരൊറ്റ ചോദ്യം, അതും നുണ പറഞ്ഞിട്ടില്ലേ. പ്രഹ്ലാദൻ എന്താ പറഞ്ഞത്? ഈ തൂണിലും തുരുമ്പിലും ഭഗവാൻ ഉണ്ട്, സർവവ്യാപിയാണ്. വാസനാൽ വാസുദേവസ്യ വാസിദം ഭുവനത്രയം സർവഭൂത നിവാസോസി വാസുദേവ നമോസ്തുതേ. ഭാഗവതം പറയുന്നു സർവഭൂതങ്ങളിലും ഉണ്ട് എന്നാ പറഞ്ഞത്. പക്ഷെ ഇവിടെ എന്താ ദതിപാണ്ഡൻ പറഞ്ഞത്? ഇവിടെ ഇല്ല. സർവവ്യാപിയായ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ആ കൃഷ്ണൻ ബ്രഹ്മം ഇവിടെ ഉണ്ടോ ചോദിച്ചപ്പോ ഇവിടെ ഇല്ല എന്ന് തറപ്പിച്ച് അങ്ങോട്ട് പറഞ്ഞു. ഒരു നുണ പറഞ്ഞിട്ട്, ഭഗവാൻ ഇവിടെ ഇല്ല എന്ന് നുണ പറഞ്ഞിട്ട് അദ്ദേഹം മോക്ഷം നേടി. അദ്ദേഹം മാത്രല്ല, ഈ നിചേതനം, ചേതനയില്ലാത്ത വസ്തുക്കൾക്കൊന്നും മോക്ഷം കിട്ടില്ല എന്ന്, അത് അവിടെ തന്നെ ഉണ്ടാവും, നശിച്ചു പോവുകയുള്ളൂ. അവർക്ക് വരെ, എല്ലാ സ്ഥാവര ജംഗമ വസ്തുക്കൾക്ക് വരെ മോക്ഷം കൊടുക്കാന്ന് ഭഗവാൻ വാക്ക് കൊടുത്തു. അവർക്ക് അസൂയ തോന്നിയിത്രേ. കണ്ണൻ അപ്പോഴും അവിടെ അങ്ങനെ നിൽക്കുക, ചിണുങ്ങി ചൂളി പിടിച്ച് നിൽക്കുക. അപ്പോഴാണ് ശരീരബോധമൊക്കെ വന്നത്. അപ്പോൾ എന്താ കണ്ണാ പോണില്ലേ? ഇപ്പൊ പറഞ്ഞു, അതെ, ആ വഴിയിലൊക്കെ ഗോപികമാരുണ്ട്, കുറേ ആൾക്കാരുണ്ട്, അതിനെന്താ, എനിക്ക് ഒരു കോണകം തരുമോ, ഒരു പട്ടുകോണകം തരുമോ എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, അപ്പൊ അതിലൂടെ അല്ലേ ഇപ്പൊ ഓടി ഇങ്ങോട്ട് വന്നത്? അതെ, ആ സമയത്ത് ഞാൻ കണ്ണടച്ചിട്ടാ ഓടിയത്, ഒന്നും കണ്ടിട്ടില്ല ആരൊന്നും. അപ്പൊ ഇയാൾക്ക് ചിരി വന്നു ഇത്രേ. ഇയാള് ചിരിച്ചോണ്ട് പറഞ്ഞു ഇത്ര, ആ ശരി, എന്നാ തരാന്ന് പറഞ്ഞു. ആ പരബ്രഹ്മമായ കണ്ണനുണ്ണിയെ വാരി പുണർന്നെടുത്ത് അകത്തു കൊണ്ടുപോയി
പുതിയ ഒരുപാട് പട്ടുകോണക അവിടെ വാങ്ങി വെച്ചിട്ടുണ്ട് ഇത്രേ. ഓരോ ദിവസം വിളിക്കുമ്പോഴേ കണ്ണനെ ഏറ്റവും ഇഷ്ടം പട്ടുകോണക എന്ന് മനസ്സിലാക്കിയിട്ട് ആ പട്ടുകോണകത്തിലെ ഭഗവാൻ ഇഷ്ടമുള്ള ആ മഞ്ഞ കളറുള്ള പട്ടെടുത്തിട്ട് അങ്ങോട്ട് ഉടുപ്പിച്ചു. എന്നിട്ട് മാറോട് അണച്ച് ആലോചിച്ചു നോക്കൂ ആ ദതിപാണ്ഡൻ എന്ന മഹത് വ്യക്തിയുടെ ഭാഗ്യം. കണ്ണാ എങ്കിൽ ശരി പൊയ്ക്കോളൂ കേട്ടോ, നാളെയും കാണാം എന്ന് പറഞ്ഞു. കണ്ണൻ അവിടെ നിന്ന് ഓടി ഓടി അങ്ങോട്ട് പോവുകയാണ്. കൃഷ്ണനെ കാണണം, കണ്ണനെ കാണണം, കണ്ണനിൻ്റെ വീട്ടിൽ വരണം എന്ന് ആഗ്രഹിക്കാത്തവരാരാളേ? ഇവിടെ ഒരു കലം തുറക്കാൻ ഭഗവാന് കഴിവില്ലേ? കുറൂരമ്മയോട് വികൃതി കാണിച്ചിട്ടാ കുറൂരമ്മ അടച്ച് മലരുങ്കലത്തിന് താഴെ. ഭഗവാന് വേണമെങ്കിൽ അത് തുറന്നു പോരായിരുന്നില്ലേ? തുറന്നു പോകുന്നില്ല. അതിന് എന്താ മനസ്സിലാക്കണ്ടേ? ഇവിടെ ഈ വലിയ പാനയുടെ ഉള്ളിൽ വേറൊരു കല അടച്ചു വെച്ചു. ഭഗവാൻ തുറന്നു പുറത്ത് ചാടിയില്ല. ഭക്തന്റെ മുന്നിൽ ഭഗവാൻ കാവൽക്കാരനാ. ഭഗവാൻ അത്രയും ഇഷ്ടാ ഭക്തജനങ്ങളെ. എന്ന് കണ്ടുവോ? കുറേ ദിവസമായിട്ട് അങ്ങനെ പ്രാക്ടീസ് കൊടുത്തുകൊണ്ടിരിക്കുക. എത്ര സുന്ദരമായിട്ടാണ് ആ കുട്ടികൾ അവിടെ നൃത്താടിയത്. അത് ഭഗവതിയുടെ മുന്നിൽ വന്ന് ത്രിസന്ധ്യ നേരത്ത് ആരാ നൃത്തമാടുക? മഹാദേവ ക്ഷേത്രങ്ങളാണെങ്കിലേ അവിടെ സന്ധ്യ നേരത്ത് മഹാദേവൻ വന്ന് നൃത്തമാടുന്ന ആരോട് കൂടിയിട്ടാ? മഹാദേവൻ ശ്രീ പാർവതിയോടും ഭൂതഗണങ്ങളോടും കൂടി തിരുമുറ്റത്തിറങ്ങി നിന്ന് നൃത്തമാടുന്ന പറയാ. അതേപോലെ ത്രിസന്ധ്യ സമയത്ത് മഹാദേവൻ താണ്ഡവമാടുന്നത് പോലെ ഒരു ക്ഷേത്രാങ്കണത്തിൽ വന്ന് നൃത്തമാടാൻ ഭാഗ്യം കിട്ടിയില്ലേ? അതൊക്കെ ഒരു അനുഗ്രഹ. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കൃഷ്ണവേഷം കെട്ടാൻ കഴിഞ്ഞില്ലേ? അതും ഒരു അനുഗ്രഹ. അപ്പൊ എന്തേ വേണ്ടു? ഇവിടെ ഈ ദതിപാണ്ഡന് ഭക്തി മാത്രമേ ഉള്ളൂ. ഭക്തി ഉണ്ടാവാൻ എന്താ ഇപ്പൊ ചെയ്യുക? നാമം ജപിക്കുക, അർച്ചന നടത്തുക, ഗ്രന്ഥപാരായണം ചെയ്യുക. സദാസേവ്യ എല്ലായ്പ്പോഴും ഈശ്വര സ്മരണ നിലനിർത്തുക. ഇദ്ദേഹം എങ്ങനെയായിരുന്നു? കണ്ണനാ ഓടി വരുന്നു അവിടുന്ന്. ആ സമയത്ത് കൃഷ്ണനെ കുറിച്ചാ ചിന്തിക്കുന്ന ആ കുഞ്ഞ് പല്ലുകൾ കാണിച്ച് അവൻ രാവിലെ ചിരിക്കും. ഞാൻ എത്ര ദിവസമായി വിളിക്കുന്നു, വരുന്നില്ലല്ലോ എന്ന് വിചാരിച്ച് കൃഷ്ണനെ വിചാരിച്ചിരുന്നപ്പോ കൃഷ്ണൻ അങ്ങോട്ട് കയറി വരിക. ഓടി കയറി വന്നു ഇല്ലേ? ഇതുപോലെ ഒരു ദിവസം നമ്മുടെ വീട്ടിലേക്കും ചിലപ്പെങ്കിൽ നമ്മുടെ ഗ്രന്ഥങ്ങളിൽ പറയുന്ന രൂപത്തിലൊന്നും ആവില്ല, മഹർഷീശ്വരന്മാരുടെ രൂപത്തിലായിരിക്കാം, ഏതെങ്കിലും ഒരു അതിഥിയുടെ വേഷത്തിലായിരിക്കാം ഒരു സൽക്കർമ്മം ചെയ്യുന്ന വ്യക്തി നമ്മുടെ വീട്ടിലേക്കും കയറി വരും. അദ്ദേഹവുമായി ഒരു ചങ്ങാത്തം കൂടുമ്പോഴോ പിന്നെന്താ ആലോചിക്കുക? എവിടെ അടുത്ത സപ്താഹം, എവിടെ അടുത്ത അർച്ചന, ഇങ്ങനെ ചിന്തിക്കൂലേ? ഇങ്ങനെ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്ത് നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇനിയും ജന്മം കിട്ടില്ല എന്ന് പറയുന്നില്ല. മോക്ഷം കിട്ടണമെങ്കിൽ കുറേ ജന്മങ്ങൾ എടുക്കണത്ര. ഈ മോക്ഷമൊന്നും വേണ്ട കൃഷ്ണ, അടുത്ത ജന്മത്തിലും ഈശ്വര കഥകൾ അങ്ങനെ കേൾക്കുക, പറയുക, അതിനു വേണ്ടിയിട്ട് ഒരു ഭാഗ്യം തരിക. ഇനി നിങ്ങൾ അർച്ചന നടത്തുന്ന വിളക്കിൻ്റെ തത്വം കൂടിയും പറയാം. വിളക്ക് എന്ന് പറഞ്ഞാല് ത്രിദേവതകളും ത്രിമൂർത്തികളും വിളക്കിലുണ്ട് എന്നാ. ഹൈന്ദവന്റെ ഏതൊരു സൽക്കർമ്മവും ശുഭകാര്യവും വിളക്ക് വെക്കാതെ നമ്മൾ നടത്താറില്ല. മരണാണെങ്കിലും നമ്മൾ വിളക്ക് വെക്കും, ജനനാണെങ്കിലും വിവാഹമാണെങ്കിലും വിളക്ക് വെക്കും. ഇത് മൂന്നും മുൻകൂട്ടി നിശ്ചയിക്കപ്പെടുന്നതാ: ജനനം, മരണം, വിവാഹം എന്നുള്ളത്. ഈ വിളക്കിനെ മാത്രം ഭഗവതിയുടെ ഫോട്ടോ ഒന്നും വെക്കുന്നില്ലല്ലോ അർച്ചനയ്ക്ക്. എന്തുകൊണ്ടാ? വിളക്കിനെ ആരാധിച്ചാൽ മതി, വിളക്ക് പൂജ എന്നാ പറയുന്നത് ചെയ്യുക. അപ്പൊ അത് ചെയ്യുമ്പോൾ അത് എന്താണെന്നറിയണ്ടേ? വിളക്ക് ഭൂമിക്ക് ഭാരം താങ്ങാൻ കഴിയാത്ത വസ്തുവാണ്. ഈ ത്രിമൂർത്തികളും അതിലുള്ളത് കൊണ്ട്, ത്രിദേവതകളും. കത്തുന്ന വിളക്കാണെങ്കിൽ ത്രിദേവതകളും ഉണ്ടെന്നാ. കാരണം ശംഖ്, മണി, വിളക്ക്, ഗ്രന്ഥം ഇതൊന്നും നിലത്ത് വെക്കരുത്. നിങ്ങൾ ഇല ഇട്ടിട്ട് ഇലയിലല്ലേ വിളക്ക് വെക്കാറുള്ളത്, നിലത്ത് വെക്കാറില്ലല്ലോ. അതാണ് അങ്ങനെ. അല്ലെങ്കിൽ ഒരു തളികെട്ട് വെക്കും. നമ്മൾ വീട്ടിൽ പൂമുഖത്ത് വിളക്ക് വെക്കില്ലേ? അപ്പൊ എന്താ ചെയ്യുക? ഒരു തളികയില് ഭദ്രദീപൊന്നും ഇല്ലേലും കിഴക്കും പടിഞ്ഞാറും തിരിയിട്ട് ദിവസവും സന്ധ്യക്ക് വിളക്ക് വെക്കില്ലേ? അപ്പോൾ ആ വിളക്കിൽ ആരുണ്ട്? ത്രിമൂർത്തികളുണ്ട്. ഇവിടെ ആൽമരം നോക്കൂ, ആൽമരത്തെ പോലെയാണ് വിളക്ക്. ആൽമരം എന്താ? മൂലതോ ബ്രഹ്മരൂപായ, മധ്യതോ വിഷ്ണുരൂപിണി, അഗ്രതാ ശിവരൂപായ, വൃക്ഷരാജയതേ നമഃ. വൃക്ഷരാജാവാണ്. പ്രദക്ഷിണം വെക്കുമ്പോൾ ഒറ്റ പ്രദക്ഷിണാണ് ഗണപതിക്ക്, 2 സൂര്യക്ഷേത്രത്തിന്, 3 മഹാദേവന്, 4 വിഷ്ണുവിനും ഭഗവതിക്കും, 5 അയ്യപ്പന്, 6 അറുമുഖന്, 7 അരയാൽ വൃക്ഷത്തിന്. അരയാൽ വൃക്ഷം പുറത്തുവിടുന്ന തുളസി പുറത്തുവിടുന്ന ഓക്സിജൻ ഏറ്റവും പ്യുവർ ഓക്സിജനാണ്. അതെന്താ പ്യുവർ എന്ന് പറയാൻ? ഇപ്പോൾ ഡൽഹിയിലൊക്കെ ഓക്സിജൻ പാർലറുകളാണ്. അപ്പം നല്ല ഓക്സിജൻ നമ്മൾ കൂടുതൽ ശ്വസിക്കാനാണ് പൂർവികര് 7 പ്രദക്ഷിണം അരയാലിന് വെച്ചത്. ഈ അരയാലിൻ്റെ ഏറ്റവും താഴെ മൂലധൂ ബ്രഹ്മരൂപായ, അതുപോലെയാണ് വിളക്കിൻ്റെ അടിഭാഗം ബ്രഹ്മാവാണ് എന്നാ പറയുന്നത്. ബ്രഹ്മ
ആത്മാവ് എന്താ ചെയ്യുന്നത്? ഓരോ സൃഷ്ടികൾ നടത്തും. വിത്ത് എവിടെയാ മുളയ്ക്കുക? ഭൂമിയിൽ മുളയ്ക്കും. താഴത്തുനിന്നല്ലേ മുളച്ചു വരുന്നത്. ഇനി മധ്യതോ വിഷ്ണു രൂപിണി, സ്ഥിതിയാണ്. പിന്നെ സൃഷ്ടി കഴിഞ്ഞ സ്ഥിതി പരിപാലനം. മധ്യഭാഗത്ത് വിളക്കിന്റെ തണ്ടിൽ സ്ഥിതിയാണ് വിഷ്ണു ഭഗവാന. ഇനി അഗ്രത ശിവരൂപായ, വിളക്കിന്റെ നാരായത്തിൽ നിങ്ങൾ ചന്ദനം ചാർത്തിക്കാറില്ലേ വിളക്ക് പൂജയ്ക്ക് ഇരിക്കുമ്പോൾ? ഇല്ലെങ്കിൽ അത് ചെയ്യണം. വിളക്കിന്റെ നാരായത്തില് ചന്ദനം തിരുമേനി നിങ്ങൾക്ക് പ്രസാദം തരും, വിളക്ക് പൂജ ഉണ്ടെന്ന് പറഞ്ഞാൽ ഇവിടെ വന്നിട്ട് തീർത്ഥം പ്രസാദം തരില്ലേ? ആ ചന്ദനം എടുത്തിട്ട് വിളക്കിന്റെ നാരായത്തിൽ ചാർത്തിയിട്ട് വിഷ്ണുവിനാണെങ്കിൽ വിഷ്ണു സഹസ്രനാമം ആണ് ചെയ്യുന്നതെങ്കിൽ അതിലൊരു തുളസിയില അവിടെ ആ ചന്ദനത്തിൽ തൊടിയിക്കും. വിളക്കിന്റെ നാരായത്തിൽ അഗ്രത ശിവരൂപായ, ശിവസഹസ്രനാമമാണെങ്കിൽ ആ ചന്ദനത്തിൽ ഒരു ഭസ്മം കൂടിയും ചേർത്ത് തൊടിയിക്കും. ഭഗവതിയുടെ ശ്രീ ലളിതാ പരമേശ്വരിയുടെ സഹസ്രനാമമാണെങ്കിൽ അതിൽ കുങ്കുമം ചാർത്തും ആ ചന്ദനം ചാർത്തിയിട്ട്. അപ്പോൾ കുങ്കുമം ചാർത്തിയ ഭഗവതിയായിന്ന, വിളക്ക് ഭഗവതിയായിന്ന. അഗ്രത ശിവരൂപായ, ഏറ്റവും മുകളിലായിട്ട് അപ്പോൾ ശിവനും ഉണ്ട്. ഇങ്ങനെ ത്രിമൂർത്തികളും ഉണ്ട്. ഇനി ത്രിദേവതകൾ എങ്ങനെയാ വരുന്നത്? വിളക്കിൽ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കിഴക്കും പടിഞ്ഞാറും തിരിയിട്ട് ഈ അഗ്നി എന്ന് പറഞ്ഞാലേ സർവസാക്ഷിയ. അതാണ് എല്ലാ മംഗളകരമായ കാര്യങ്ങൾക്കും വിളക്ക് വെക്കുന്നത്. അഗ്നി ഇപ്പം ഇത് ഇങ്ങനെ ഉരയ്ക്കുമ്പോൾ എവിടുന്നാ വരണേ? നമുക്കറിയില്ലാലോ. ഇങ്ങനെ ഉണ്ടാക്കി എങ്ങടാ പോണേ? അതും അറിയില്ല ഇല്ലല്ലോ. അപ്പം ഇതിലൂടെ കറണ്ട് വരുന്നുണ്ട്. ഇവിടെ തൊടുമ്പോൾ ശബ്ദം വരുമ്പോഴേ മനസ്സിലാവുന്നുള്ളൂ. ലൈറ്റ് എവിടെ കത്തിയാലേ നമ്മൾ വിശ്വസിക്കൂ ഇതിലൂടെ കറണ്ട് പോകുന്നുണ്ട്. ഈ അഗ്നി എങ്ങടാ പോണേ? അണയ്ക്കുമ്പോൾ നമുക്കറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കുക. ഈ അഗ്നി എന്ന് പറഞ്ഞാൽ അറിഞ്ഞു തൊട്ടാലും അറിയാതെ തൊട്ടാലും പൊള്ളും. അതുപോലെയാണ് നമ്മുടെ പാപങ്ങൾ. നമ്മൾ അറിഞ്ഞും അറിയാതെയും ചെയ്യുന്ന പാപങ്ങൾക്കെല്ലാം എന്തുണ്ട്? നമുക്ക് പാപം, അതിൻ്റെ ആ പുണ്യവും പാപവും സ്വീകരിക്കണം, നമ്മൾ അനുഭവിച്ചേ പറ്റൂ. അതാണ് കർമ്മഫലം, പ്രാരബ്ധ കർമ്മം എന്നൊക്കെ പറയും. അത് വേറൊരു വിഷയം. ഇനി ഈ അഗ്നി ഇതിനങ്ങോട്ട് കൊളുത്തുന്ന സമയത്ത് ഒരു പ്രകാശം കാണുന്നില്ലേ? ഇല്ലേ? അവനൊരു വെളിവും ഇല്ല എന്ന് പറയും. എന്താ? ഈ നാളം ലക്ഷ്മി ദേവിയാ. വിളക്കിന്റെ നാളം മഞ്ഞ കളറല്ലേ? ഗോൾഡ് കോയിൻ അല്ലേ? ലക്ഷ്മി എന്ന് പറഞ്ഞാൽ എന്താ? ഗോൾഡ് തന്നെ, സ്വർണ്ണം തന്നെ. ലക്ഷ്മി ദേവിയ. ആ മഞ്ഞ കളറിലുള്ള നാളം, അതിലെ ഒരു ചൂടും പ്രകാശവും നമുക്ക് കിട്ടും. പ്രകാശം എന്ന് പറഞ്ഞാൽ സരസ്വതിയ. അത് കഴിഞ്ഞ് അടുത്ത് ചെന്നാൽ ചെറിയൊരു ചൂടുണ്ടായിരിക്കും. ആ ചൂട് എന്ന് പറയുന്നതാണ് പാർവതീദേവി. ഇങ്ങനെ ഈ ത്രിദേവതകളും ത്രിമൂർത്തികളും ഉള്ളതാണ് വിളക്ക് എന്ന് മനസ്സിലാക്കുക. ചില വിളക്കിന്റെ പാദമൊക്കെ തൊട്ട് തൊഴൂലേ? പെണ്ണിനെ ഇങ്ങോട്ട് അകത്തേക്ക് കയറ്റുന്ന സമയത്ത് കാണാം പൊതുവെണ്ണ് വിളക്കിന്റെ പാദം തൊട്ട് കണ്ണിൽ വെച്ചിട്ടാണ് വിളക്ക് സ്വീകരിക്കുക. അത് അറിവുള്ള കുട്ടികൾ ചെയ്യും. ഇങ്ങനെ വിളക്ക് എന്താന്ന് മനസ്സിലാക്കിയിട്ട് വിളക്കിനെ ആരാധിക്കുക. അപ്പൊ ഈ ത്രിമൂർത്തികളും ത്രിദേവതകളും ഉള്ളതുകൊണ്ട് എന്ത് ചെയ്യണ്ട? വിളക്കിൽ നമ്മൾ ഇനി വേറൊരു ഫോട്ടോ വിഗ്രഹമൊന്നും ആവശ്യമില്ല. അത്രയും മഹത്തരമാണ് ഹൈന്ദവന്റെ വിളക്ക്. മറ്റു മതസ്ഥരും കാണാം വിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്യുന്നു, കണ്ടിട്ടില്ലേ? ഇപ്പൊ ഒക്കെ വന്നിട്ട് നമ്മുടെ അതിലേക്ക് വന്നേ. ചില പള്ളികളുടെ മുള്ളിൽ നോക്കൂ നിങ്ങളിങ്ങനെ കുരിശിന്റെ പോലെ കൊടിമരമൊക്കെ കാണാം. കൊടിമരത്തിന് തത്വങ്ങളുണ്ട്. എന്തിനാ കൊടിമരം വെക്കണേ? ഇവിടെ കണ്ടു ഒരു ബലിക്കല്ല്. ഭഗവതി എത്ര ഉയരത്തിലാണോ ഇരിക്കുന്നത്, ഭഗവതിയുടെ അരക്കെട്ടാണ് പുറത്തെ ബലിപീഠം എന്ന് പറയുന്നത്. ആ ശ്രീലകത്തുള്ള എല്ലാ അംഗങ്ങളും ആ ബലിപീഠത്തിനും ഉണ്ടായിരിക്കും. അത് പുനരുദ്ധാരണം ചെയ്തില്ല തോന്നുന്നു. ഇനി കൊടിമരം എന്ന് പറഞ്ഞാൽ എന്താ? ഭഗവാന്റെ ക്ഷേത്രദേവന്റെ നട്ടെല്ലാണ്. ഭഗവതിയുടെ അമ്പലമാണെങ്കിൽ അവിടെ എന്താ ഉണ്ടാവുക? പൂരം ഉണ്ടാവും. പൂരം കൊടി കയറി എന്നല്ലേ പറയാ. ഭഗവാന്റെ അമ്പലമാണെങ്കിൽ അവിടെ ഉത്സവം കൊടി കയറി. കൊടി കയറണമെങ്കിൽ എന്ത് വേണം? കൊടി. ഈ വാഹനം എവിടെയാ വെക്കുക? ഭഗവാന്റെ വാഹനം ഇപ്പോ ശിവന്റെ അമ്പലമാണെങ്കിൽ കൊടിമരത്തിന് മുകളിലായിട്ട് ദേവവാഹനം, കാളയുടെ രൂപം ഉണ്ടായിരിക്കും. ശ്രദ്ധിച്ചു നോക്കുകൊണ്ടു. വിഷ്ണു ആണെങ്കിൽ ആ ദേവവാഹനം എന്താ? ഗരുഡനെ വെച്ചിട്ടുണ്ടാവും ആ കൊടിമരത്തിന്റെ മുകളിൽ. ഇതൊക്കെ മനസ്സിലാക്കാനുണ്ട്. എന്താണ് ഉത്സവം, എന്താണ് കൊടിയേറ്റം, ഒരുപാട് കാര്യങ്ങൾ അറിഞ്ഞു വേണം ആരാധിക്കാൻ. കാരണം അറിവാണ് ഭക്തി, അറിവാണ് ഈശ്വരൻ. ഒരുപാട് അറിവ് നേടുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി ഇത് അറിയണം എന്ന് തോന്നുന്നില്ലേ? അതാണ് ആത്മീയതയുടെ സവിശേഷത. ഇന്നത്തെ ദിവസം നിങ്ങളൊക്കെ തളർന്നിട്ടുണ്ടാവും. കാരണം രാവിലെ മുതൽ ഇതിൻ്റെ പിറകെ ഓടുക. ഒരു ദിവസം ഇതിനു വേണ്ടി മാത്രം ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഫ്രഷായിട്ട് ഒരു 2.5 മണിക്കൂർ കൊണ്ട് കേട്ടാൽ ഏകദേശം ഒരു ഗ്രിപ്പൊക്കെ കിട്ടും. ഒരുവിധമൊക്കെ ആയി എന്ന് തോന്നും. ഇനി ക്ഷേത്ര ആരാധന. ക്ഷയാത് ത്രായത് ഇതി ക്ഷേത്ര. നമ്മുടെ ആത്മീയമായ ക്ഷയത്തിൽ നിന്നും ഭൗതികമായ ക്ഷയത്തിൽ നിന്നും നമ്മളെ ഉയർത്താൻ കഴിവുള്ളതാണ് ക്ഷേത്രങ്ങൾ. എന്താ? ആത്മീയമായ ക്ഷയം. ആത്മീയമായി നമ്മളൊന്നും ചെയ്യാഞ്ഞ് തന്നെ. വായന, അതായത് ജപം. നമ്മൾ എത്രത്തോളം ജപിക്കുന്നോ
ഹൈന്ദവന്റെ സന്ധ്യാവന്ദന മന്ത്രം ഗായത്രിയാണ് എന്നറിയാത്തവരുണ്ട് ഇല്ലേ? ഗായത്രി മന്ത്രം എന്നൊക്കെ പറയും കേൾക്കോ? എന്താ ഹൈന്ദവന്റെ സന്ധ്യാവന്ദന മന്ത്രം എന്നറിയണമെങ്കിൽ വിവേകാനന്ദന്റെ പ്രസംഗങ്ങളിലൂടെ പോകണം. ഹൈന്ദവന്റെ സന്ധ്യാവന്ദന മന്ത്രമായ ഗായത്രി പോലും അറിയാതെ ഹൈന്ദവനാണെന്ന് പറഞ്ഞ് ജീവിക്കുന്ന എത്ര പേരുണ്ട് എന്ന് ചോദിക്കുന്നത് കേൾക്കുമ്പോൾ അയ്യോ എനിക്കും അറിയില്ലല്ലോ. അപ്പക്ക് പേടിയായി. അയ്യോ ടീച്ചറെ, സ്വരങ്ങളില്ലേ? മഹാഭാവാണ്, ഞാൻ ചെല്ലാറില്ല ആ 4 വരിക്കുള്ള സ്വരം. കാരണം 4 വേദങ്ങളും പഠിപ്പിക്കാൻ തുടങ്ങുമ്പോൾ ആചാര്യൻ ആദ്യം പഠിപ്പിക്കുക ഗായത്രി മന്ത്ര. 4 വേദത്തിലും അതുണ്ട്. സർവ്വദേവതകൾക്കും ഗായത്രി ഉണ്ട്. ഏതാണോ നിങ്ങളുടെ ഉപാസനാമൂർത്തി, ആ ഉപാസനാമൂർത്തിയുടെ ഗായത്രി 21 തവണ ജപിക്കണം. അതാണ് സന്ധ്യാവന്ദനം. രാവിലെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് ഒരു 6:15 ആകുമ്പോൾ തന്നെ സന്ധ്യാവന്ദനം. ഇപ്പോൾ താലവും ഇതൊന്നും വെച്ച് ചെയ്യാൻ അറിയില്ല, ഗുരു ആചാര്യനായിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യുക? 21 ഗായത്രി ജപിച്ചിരിക്കണം. ഈ രാവിലെ ഒഴിവുണ്ടായില്ലെങ്കിൽ സന്ധ്യാനേരം, നമ്മുടെ മനസ്സിൽ സന്ധ്യ ഒന്നേ ഉള്ളൂ. 3 സന്ധ്യകളുണ്ട്. രാവിലത്തെ സന്ധ്യ, ഉച്ചാമ്പഴത്തെ സന്ധ്യ, സന്ധ്യാമ്പത്തെ സന്ധ്യ. അതെങ്ങനെയാ സന്ധിക്കുന്നത് എന്നാണ്. പകലും രാത്രിയും സന്ധിക്കുന്നതും രാവും പകലും രാത്രിയും പകലും സന്ധിക്കുന്നതില്ലേ? ഇപ്പൊ രാവിലെ രാത്രിയും പകലും കൂടി സന്ധിക്കുന്നു, സന്ധ്യക്ക് പകലും രാത്രിയും കൂടി സന്ധിക്കുന്നു. ഈ സന്ധിക്ക കൂടിച്ചേരുക. ഉച്ചയ്ക്ക് എന്താ ചെയ്യുന്നത്? സായങ്കാലത്തിലേക്ക് അങ്ങോട്ട് സൂര്യൻ മറിയുന്ന ആ സമയം 12 മണി മുതൽ 1 മണി വരെയുള്ള സമയമാണെന്ത്? അഭിജിത്ത് മുഹൂർത്തം എന്നറിയപ്പെടുന്നത്. ശ്രീരാമന്റെ വിഗ്രഹ പ്രതിഷ്ഠയ്ക്ക് അപ്പോഴല്ലേ നടത്തി? അത് ശുഭമുഹൂർത്തം. അപ്പം മുഹൂർത്തം നോക്കണ്ട അത്ര. അതുകൊണ്ടാണ് അഭിജിത്ത് മുഹൂർത്തത്തിൽ അത് ചെയ്തത്. അതൊക്കെ മനസ്സിലാക്കുക. ഇങ്ങനെ ഹൈന്ദവന്റെ ഓരോ കാര്യങ്ങളായിട്ട് ഓരോന്നായിട്ട് മനസ്സിലാക്കുക. കാരണം ആരാ ഭക്തൻ? ഭക്തലക്ഷണതു ജിജ്ഞാസ ഏവ എന്നാ പറയുന്നത്. ഭക്തന്റെ ലക്ഷണം എന്ന് പറഞ്ഞാൽ ജിജ്ഞാസ ഉള്ളവരെ ഇപ്പോൾ ഇവിടെ ഇരിക്കൂ, അല്ലാത്തവരൊക്കെ പോയില്ലേ? കാരണം ഒരുപാട് ജന്മത്തെ സുഹൃതം വേണത്രേ ഇങ്ങനെ ഒരു പ്രഭാഷണ വേദിയിൽ വന്നു പെടാൻ, ഒരു ആചാര്യനെ നിങ്ങളുടെ മുന്നിൽ ഭഗവതി എത്തിക്കാൻ. ആ സുഹൃതം കൂടുമ്പോഴാണത്രേ അന്നൊന്നിരിക്കുക. ഏതായാലും ഇപ്പം ഇന്നത്തെ ദിവസം ശ്രീകൃഷ്ണ ജയന്തി അല്ലേ എന്ന് വിചാരിക്കുക. ദുരിതം ഇങ്ങനെ കൂടുമ്പോൾ തോന്നുത്രേ അമ്പലത്തിലേക്ക് പോകണ്ട അല്ലെ. ഇന്ന് രാവിലെ അമ്പലത്തിൽ പോകാത്ത എത്ര ഹൈന്ദവരുണ്ട്? ഞങ്ങളുടെ നാട്ടിൽ 200 വീടുണ്ട് പുറമണ്ണൂര്. ആകെ എത്ര കുറച്ച് പേര് അമ്പലത്തിലുണ്ടായിരുന്നുള്ളൂ. ഇവരൊക്കെ എന്താ ഇന്ന് ശ്രീകൃഷ്ണ ജയന്തിയാണെന്ന് അറിയാണ്ടാണോ? ഗവൺമെന്റ് സ്വാഭാവിക ലീവ് കൊടുക്കേണ്ടതാണ്. പക്ഷെ ഇന്ന് ഞായറാഴ്ച ഡബിൾ ലീവാ അല്ലെ? ലീവാണ്, പോകേണ്ട ആവശ്യമില്ല ഞായറാഴ്ച. എങ്കിലും എന്ത് ചെയ്യില്ല, ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നീ ഏതെങ്കിലും ഒരു ക്ഷേത്രം സന്ദർശിക്കണം. ശങ്കരാചാര്യസ്വാമി എഴുതി വെച്ചതാ. ഹൈന്ദവന് നിയമമില്ല പറയും അല്ലെ, മറ്റുള്ളവർക്ക് വെള്ളിയും ഞായറും ഒക്കെ ഉണ്ട്. നമുക്കാണ് നിയമമുള്ളത്. ശക്തിയുടെ ദിവസമായ വെള്ളിയാഴ്ചയെങ്കിലും അത് മനസ്സിലാക്കിയവർ അത് എടുത്തു ഇല്ലേ? നമ്മൾ വെള്ളിയാഴ്ചയും പോവില്ല, ചൊവ്വാഴ്ചയും പോവില്ല, കാർത്തികയ്ക്കും വരില്ല. അങ്ങനെ എത്ര പേരുണ്ട് ഈ നാട്ടിൽ? ആലോചിച്ച് നോക്കൂ. അർച്ചനയ്ക്ക് എത്ര പേരുണ്ടാവാറുള്ളത്? ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യമാണ് ദുർഗയുടെ തിരുനടയിൽ വന്ന് ഒരു പൂ, ആ തൃപ്പാദാരവിന്ദങ്ങൾ നിങ്ങൾ ഇവിടെ നിങ്ങളെ വിളക്കിന്റെ ചോട്ടിൽ വെക്കുമ്പോഴേ ഒന്നാമത് നിങ്ങൾ സ്വന്തമായി തേച്ച് മിനുക്കി എൻ്റെ വിളക്ക് എന്ന ഭാവത്തിൽ കൊണ്ടുവരുന്ന നിങ്ങളുടെ ഭഗവതി, ആ പൂക്കൾ അവിടെ അല്ല വീഴുക. നിങ്ങൾ ഇവിടെ കമലത്തിൽ വെച്ച് അങ്ങനെ അർച്ചിക്കുമ്പോൾ ആ തിരുനടയില് ശ്രീ ദുർഗയുടെ പാദാരവിന്ദങ്ങളിലാണ് അത് പോയി വീഴുക. അതറിയണം എന്നുണ്ടെങ്കിൽ, അറിയണം എന്ന് പറഞ്ഞാൽ അറിഞ്ഞ് ആരാധിക്കുക. അതായത് ഇപ്പൊ കൽക്കണ്ടം മധുര, കൽക്കണ്ടം കഴിയാത്തവരോട് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അത് ഒരു അനുഭൂതിയാണ്. ഭക്തി എന്ന് പറയുന്നത് അത് വല്ലാത്ത ഒരു മാസ്മരിക ശക്തിയാണ്. അത് അനുഭവിച്ച് തന്നെ അറിയണം. അപ്പൊ പറയും എനിക്ക് ആ പ്രാരാബ്ധം ഈ പ്രാരാബ്ധം. ആ സമയത്ത് കുട്ടി സ്കൂളിൽ നിന്ന് വരും. പക്ഷേ ഒരു കാര്യം, നമ്മളെന്നും ശിശുപാലന അല്ലെ, കുറേ അവനവൻ്റെ മക്കളെ നോക്കി ഇപ്പതേ പേരക്കുട്ടികളെ നോക്കല്ലേ, അതല്ലേ പ്രധാന പണി. ഇനി അവിടെ വന്നിരുന്ന നമ്മൾ എല്ലാവരും പ്രാരാബ്ധക്കാരാ. പ്രാരാബ്ധം അനുഭവിച്ചുകൊണ്ട് മാത്രമേ ആത്മീയതയിൽ ഉയരാൻ കഴിയൂ എന്ന് ആദ്യം അങ്ങോട്ട് മനസ്സിലാക്കുക. എന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ നീക്കി വെച്ചിട്ട് എന്ത് ചെയ്യുക? ഒരു ഗ്രന്ഥത്തിലൂടെ അങ്ങോട്ട് യാത്ര ചെയ്യാം. ഇനി ഒരുപാട് നീട്ടണില്ല, 1 മണിക്കൂറായി. കാരണം ഒരുപാട് ഒന്നിച്ച് പറഞ്ഞാൽ ഒന്നാമതൊന്നും മനസ്സിലാവില്ല, രണ്ടാമത് നിങ്ങളുടെ മനസ്സൊന്നും ഇവിടെ ആവില്ല. ഏതായാലും വിളക്കർച്ചന എന്താണെന്ന് മനസ്സിലായില്ലേ? കണ്ണൻ്റെ കഥ മനസ്സിലായില്ലേ? വിളക്കിൻ്റെ തത്വം എന്താണെന്ന് മനസ്സിലായില്ലേ? ഭക്തി എന്താണെന്ന് മനസ്സിലായില്ലേ? ഭക്തി ഉണ്ടാവാൻ എന്തേ വേണ്ടൂ? നാമം അങ്ങോട്ട് ജപിക്കുക. 108, അതാണ് മറ്റൊന്ന്. നീ നിന്റെ ഇഷ്ടദേവതയുടെ 108 നാമം ദിവസേന ജപിക്കണം. ഇങ്ങനെ പിടിച്ചാൽ മതി. 1 10 ആയില്ലേ? എങ്ങനെ എണ്ണുക?
100 110 ആയിക്കോട്ടെ, എണ്ണ എറിയിച്ചിട്ട് അപ്പം കേട് വരില്ലാലോ. ഇതെങ്കിലും ഉപാസന എന്ന് പറഞ്ഞാൽ ആഴ്ചയിൽ ഒരു ദിവസം ക്ഷേത്രത്തിൽ വരിക, ഒരു തിലകം തൊടണമെന്ന, രാവിലെ എഴുന്നേറ്റാൽ നിവർന്നിരുന്ന് നിന്റെ ഇഷ്ടദേവതയോട് ഒരു നിമിഷം പ്രാർത്ഥിക്കണം. എന്തിനാ നിവർന്നിരിക്കണേ? അത് സയൻസാണ്. നിവർന്ന് കിടന്ന നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ ഇങ്ങനെയല്ലേ, അത് പെട്ടെന്ന് എഴുന്നേൽക്കുമ്പോൾ ആ പൊസിഷൻ മാറും, നമുക്ക് തലകറക്കം, ബ്ലഡ് പ്രഷർ വേരിയേഷൻ വരും. അതിനാണ് ആചാര്യന്മാർ പറഞ്ഞ് ഒരു നിമിഷം നീ പ്രാർത്ഥിക്കൂ. അത് കഴിഞ്ഞാൽ നമ്മൾ അപ്പം ആലോചിക്കുക, അയ്യോ ഇനിയിപ്പോൾ ആ ശങ്കരൻ്റെ മുഖം അല്ലേ കണി കാണുക. കയ്യ്, നെയ്യ്, വെണ്ണ, പശു ഒക്കെ. കരാഗ്രേ വസതേ ലക്ഷ്മി കരമധ്യേ സരസ്വതി കരമൂലേതു ഗോവിന്ദ പ്രഭാതേ കരദർശനം. ഇപ്പൊ രാവിലെ കൈ നോക്കണം അല്ലേ? നമ്മൾ കൈ വേറെ ഒരാളെ മുന്നിൽ, കൈ വേറെ ഒരാൾക്ക് കാണിച്ചു കൊടുക്കാൻ പാടില്ല. അത്ര ഇതിലൊക്കെ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇനി അത് കഴിഞ്ഞാൽ സമുദ്രവസനീ ദേവി, ആ മന്ത്രം ചൊല്ലിക്കൊണ്ട് ഭൂമിയെ തൊട്ട്, അത് പാദഹസ്താസനാണ്. അവിടെ ഇറങ്ങി നിന്ന് കഴിഞ്ഞാൽ തൊടുമ്പോ കാലിൻ്റെ ഒപ്പല്ലേ പാദഹസ്താസനം, യോഗ. അത് കഴിഞ്ഞാൽ ഗംഗേ ജയമുനേ ജൈവ, ആ അമ്മയെ സപ്തസിന്ധുക്കളെ ആവാഹിച്ചു കൊണ്ടാണ് നമ്മുടെ മാലിന്യങ്ങൾ, നമ്മൾ ഓടക്കുഴൽ പോലെയാ 9 തുളല്ലേ, ഈ 9 തുളയെന്നും മാലിന്യങ്ങളാ വരിക. ഓരോ സെക്രീഷൻസ് രാവിലെയൊക്കെ അടുത്ത് കൂടെ പോകാൻ വയ്യ, വായ തുറന്നാലേ എല്ലാവരെയും കാര്യം തന്നെ. അപ്പം വെള്ളത്തിന് നമ്മൾ നമ്മളുടെ അശുദ്ധിയൊക്കെ കൊടുത്ത് അതിൻ്റെ ശുദ്ധി നമ്മൾ വാങ്ങും. അമ്പലത്തിലേക്ക് വരുമ്പോൾ പഞ്ചശുദ്ധി പാലിക്കണം. എന്തൊക്കെയാ പഞ്ചശുദ്ധി? ഇങ്ങനെ ഈ വലിയ വലിയ വാക്ക് പറയുമ്പോൾ പേടിക്കൊന്നും വേണ്ട, നമ്മൾ പാലിക്കുന്നത് തന്നെ. രാവിലെ എഴുന്നേറ്റ് കുളിക്കണം അല്ലേ അമ്പലത്തിൽ വരാനേ. കുളിക്കുമ്പോൾ ശരീരവും മനസ്സും ശുദ്ധാക്കുക. ശരീരശുദ്ധി, മനഃശുദ്ധി, ആഹാരശുദ്ധി, നല്ല ശുദ്ധമായ ആഹാരം. ഈ ഷുഗറൊക്കെ ഉള്ളവർക്ക് ഇവിടെ വരുമ്പോൾ ചിലപ്പോൾ സമയം വൈകും, അപ്പോൾ രാവിലെ തന്നെ എന്തെങ്കിലും ഒന്ന് കഴിക്കേണ്ടി വരും. ആഹാരശുദ്ധി. അത് കഴിഞ്ഞാൽ മനഃശുദ്ധി, വാക്ശുദ്ധി, കർമ്മശുദ്ധി. കാരണം വാക്ശുദ്ധി എന്ന് പറഞ്ഞപ്പോൾ അതേ ഇങ്ങനെ ആ റോഡ് കൂടെ നടന്നു വരിക, ഇത്തിരി നടക്കാനൊക്കെ ഉണ്ട് ഇല്ലേ, നടക്കണത്രേ. 100 അടിയെങ്കിലും നടക്കണം. അതിനാണ് ഈ പ്രദക്ഷിണമൊക്കെ വെച്ചിരിക്കുന്നത്. അതുവരെയല്ലേ വണ്ടിയിൽ വരുള്ളൂ. നമ്മുടെ ശരീരത്തിന് ഡോക്ടർ എന്താ പറയാ, കുറച്ച് ഷുഗർ ഉണ്ട്, 20 മിനിറ്റ് നടന്നോളൂ കേട്ടോ അല്ലേ, പ്രദക്ഷിണമൊക്കെ വെച്ചോളൂ. അതൊക്കെ തന്നെയാണ് നമ്മുടെ എക്സസൈസ്. രാവിലെ വന്ന് അമ്പലത്തിൽ തൊഴുത് നമസ്കരിച്ചാ, നമസ്കാരമൊക്കെ വലിയ എക്സസൈസാ. സൂര്യ നമസ്കാരം ചെയ്യുന്നില്ലേ? ഇവിടെ വന്നു കഴിഞ്ഞാലോ നമുക്ക് ശരീരത്തിന് സുഖമായി. പിന്നെന്താ, വരുന്ന വഴിക്ക് നാമജപത്തോടുകൂടി വരിക. അമ്മേ നാരായണ ജപിച്ചോളൂ. ഇവിടെ വന്നിട്ട് ഒരൊറ്റ ജപാണ് അവിടെ നിന്നിട്ട്. ഓം സർവമംഗള മംഗല്യേ എന്നും പറഞ്ഞ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അറിയില്ലെങ്കിൽ നോക്കി ചൊല്ലിക്കോളൂ. അത്ര പോലും കമ്മിറ്റിക്കാർ ചെയ്തിട്ടുണ്ട്, എന്നാലും ഇവിടെ വരില്ല. പിന്നെന്താ ചെയ്യുക? അത് കഴിഞ്ഞാൽ പിന്നെ അതായത് മനസ്സിൽ വാക്ശുദ്ധി കൂടെ ഒരാൾ വരികയാണെങ്കിൽ, അല്ലെങ്കിൽ ക്ഷേത്രം നടക്കുന്ന കാണുകയാണെങ്കിൽ മോശമായ വർത്തമാനം ഒന്നും പറയരുത്. ശുദ്ധമായ കാര്യങ്ങൾ, ആത്മീയമായ കാര്യങ്ങൾ മാത്രം സംസാരിക്കുക. അത് കഴിഞ്ഞാൽ പിന്നെ ലാസ്റ്റിലതാ കർമ്മശുദ്ധി. ഇതൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ ഒരു പൂച്ചക്കുട്ടി ഒന്നും കാട്ടില്ലേ, പൂച്ച എന്നാലും കൊടുത്തൊരു വീക്കല്ലേ, കർമ്മശുദ്ധിയായില്ലേ. എല്ലാ ഭൂതങ്ങളിലും എന്താ, ഞാൻ തന്നെ അഹം വൈശ്വാനരോ ഭൂത്വാ പ്രാണിനാം ദേഹമാശ്രിത എന്ന് ഗീത പറയാ. ഞാൻ എല്ലാ പ്രാണികളിലും ഉള്ള ജീവനാകുന്നു. അതുകൊണ്ടാണ് എല്ലാത്തിനും ഭക്ഷണം കൊടുത്താലേ ഒരു നല്ല സ്നേഹമായിട്ട് നമ്മളെ ഒന്ന് നോക്കും. ആ വിശപ്പ് ഞാനാകുന്നു. അർജുന, ആരാ അർജുനൻ? നമ്മളൊക്കെ തന്നെ അർജുനൻ, മതി എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടോ? ഇത്ര നേരം പറഞ്ഞതിൽ എന്തെങ്കിലും മനസ്സിലാവാത്ത ഭാഗമുണ്ടോ? ഒക്കെ മനസ്സിലായിരുന്നു, ഒക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സംശയം ഉണ്ടാവും, ഹൈന്ദവനല്ലേ, ചോദ്യങ്ങൾ ഇഷ്ടം പോലെ വരും. സംശയം തീർക്കാനായിട്ട് തന്നെ ഒരു സത്സംഗം ഗ്രൂപ്പാണ് എനിക്ക് ധരിക്കുന്നു, അനിത ചേച്ചിയൊക്കെ. ഇപ്പം അതിൽ ചിങ്ങത്തിൽ പണ്ടൊക്കെ കൃഷ്ണപ്പാട്ടാണ് വീടുകളിൽ രാമായണം പോലെ വായിച്ചിരുന്നത്. ഞാൻ ഗ്രൂപ്പിൽ വായിപ്പിക്കുക. കൃഷ്ണഗാഥ എന്ത് രസാലേ. എള്ളിൽ നീറഞ്ഞുള്ളോരെണ്ണയെ പോലെ പോയുള്ളിൽ നീറഞ്ഞു ജഗത്തിലെല്ലാം. കൃഷ്ണ, എള്ളിൻ്റെ ഉള്ളിൽ എങ്ങനെയാ എണ്ണ ഇരിക്കണേ നമുക്ക് അറിയില്ലാലോ, ആട്ടിയെടുത്താലല്ലേ അറിയൂ. അതുപോലെ അങ്ങ് ഈ ജഗത്ത് മുഴുവൻ അങ്ങനെ നിറഞ്ഞു നിൽക്കുകയല്ലേ. വിശ്വരൂപം കാണുമ്പോൾ എന്താ അർജുനൻ? പ്രസീദ ദേവേശ ജഗന്നിവാസ. ഹേ കൃഷ്ണ, ഞാൻ എന്തെല്ലാം വിളിച്ചു. ഹേ കൃഷ്ണ, ഹേ യാദവ, ഹേ സഖേദി. ഞാൻ യാദവ എന്ന് വിളിച്ചില്ലേ, ഏടോ കൃഷ്ണ എന്ന് വിളിച്ചില്ലേ. ഭഗവാനെ, അങ്ങ് ജഗത് പ്രഭു ആണെന്ന് അറിയാതെ എന്നോട് ക്ഷമിക്കണേന്ന് പറയും. ആ വിശ്വരൂപം വെച്ച് നോക്കുമ്പോൾ ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന. പിന്നെ ഇനി എന്തിനാ വേറെ എവിടെയും പോണേ? നമ്മുടെ ഇവിടെയുള്ള അമ്പലം തന്നെ മതി. ഏറ്റവും അടുത്തുള്ള അമ്പലത്തിനോടത്ര നമുക്ക് ഏറ്റവും കൂടുതൽ കടപ്പാടുള്ളത്. അതുകൊണ്ട് അവിടെ ഇടയ്ക്കിടയ്ക്ക് ഓടി വരിക, നമ്മൾ ചെയ്യേണ്ടത് ചെയ്യുക. ഇവിടെ ഒന്നും ചെയ്യാതെ പുറമേ ഉള്ള ദൂരെയുള്ള പ്രധാന ക്ഷേത്രങ്ങൾ അവിടെ ഒന്നും നമ്മളൊന്നും ചെയ്യേണ്ട, വേറുള്ളവരെന്നെ വന്ന് ചെയ്യുന്നുണ്ട്. എപ്പോഴെങ്കിലൊക്കെ പോയാൽ മതി. നമ്മുടെ അടുത്തുള്ള ക്ഷേത്രത്തിൽ എന്തായാലും ആഴ്ചയ്ക്ക് ഒരു ദിവസം വരിക. അതുപോലെ സന്ധ്യയ്ക്ക് 108 നാമം ജപിക്കുക. കിടക്കുന്നതിന് മുമ്പ് അന്ന് ചെയ്ത പാപങ്ങളെക്കുറിച്ചും പുണ്യങ്ങളെക്കുറിച്ചും ഓർക്കുക.
പറ്റുമെങ്കിൽ ഒരു ഡയറിയിൽ എഴുതുക. പണ്ടൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു. അതൊന്നും വേണ്ട. ഒരു തവണ ചെയ്താൽ ഭഗവാനെ ഒരു തെറ്റ് പറ്റിപ്പോയി, ഇനി അങ്ങനെ ചെയ്യാൻ തോന്നിപ്പിക്കല്ലേ, പശ്ചാത്തപിക്കുക, അതിനും വലിയൊരു പ്രായശ്ചിത്തം ഇല്ല എന്ന. ഏതായാലും ശ്രീകൃഷ്ണ ജയന്തി എല്ലാം കൊണ്ടും ഈ ജഗത്ത് മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ആ പരമാത്മാവിൻ്റെ പാട്ടും ആട്ടവുമായി എല്ലാവരും ആഘോഷിച്ചു. നിങ്ങൾക്കും നന്നായി അത് ആഘോഷിക്കാൻ കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. എല്ലാം ശ്രീ ദുർഗയുടെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിക്കുകയാണ്. ഹരേ നാരായണ. ഓം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതിർസ്വഭാവാൽ കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. നാരായണായേതി സമർപ്പയാമി. സർവം ജഗദംബികായേതി സമർപ്പയാമി. ഓം സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീശാ ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. സമസ്തലോകാ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ഹരിദാസ്.